എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2037 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ നജീബ് അഹമ്മദ്, BHMS, IFM, FINEM, MBA, HCS. 15 വർഷത്തെ ചികിത്സാ പരിചയം. മുതിർന്നവരിലെ ADHD എൻ്റെ അന്വേഷണ പരീക്ഷണങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് നജീബ് അഹമ്മദ് ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് മുതിർന്നവരിലെ ADHD എന്ന ഒരു വിഷയമാണ്. അധിക പ്രസംഗി, തോന്യാസി, താന്തോന്നി, അന്തകവിത്ത്, മുടിഞ്ഞ സന്തതി, ഗജപ്പോക്കിരി, കുട്ടിപ്പിശാച്ച്, കുടുംബം വെളുപ്പിക്കാൻ ജനിച്ചവൻ. ഇത് നല്ല അനുമോദന വചസ്സുകളാണ്, അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകളാണ്. ഒരു കാലത്ത്, ഇപ്പോഴെനിക്കിതൊക്കെ അത്ര പ്രാബല്യത്തിലുണ്ടോന്ന് അറിയില്ല, നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്ഥിരമായി കേട്ടിരുന്ന, സ്ഥിരമായി ആസ്വദിച്ചിരുന്ന കുറെ അഭിസംബോധനകളായിരുന്നു. ഇവിടെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പലരും ചിലപ്പം കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ഇത് വളരെ കൂടുതൽ കേൾക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരം പദപ്രയോഗങ്ങളും അഭിനന്ദനങ്ങളും പേർത്തും വീണ്ടും വീണ്ടും കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ച ചില ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. നമ്മുടെ കയ്യിലിരിപ്പാണല്ലോ പലപ്പോഴും ഇത്തരം അഭിസംബോധനകൾ, ഇത്തരം വിളിപ്പേരുകൾക്ക് നമ്മൾ അർഹരാക്കുന്നത്. നമ്മുടെ ഹീറോസും ചെറുപ്പത്തിൽ ഇവരൊക്കെയായിരുന്നു. ഡെന്നീസ് ദി മെനീസ്, പീറ്റർ പാൻ മുതൽ ടോം സോയർ വരെയുള്ള നമ്മുടെ സ്വന്തം ലോക്കൽ ഹീറോ ആയിരുന്ന ബോബനും മോളിയും വായിച്ച് ആസ്വദിച്ചിരുന്നു. നമ്മളും നമ്മുടെ മുതിർന്നവരും നമ്മുടെ മാതാപിതാക്കളും ബോബനും മോളിയും ആസ്വദിച്ചിരുന്നു. 8ന്റെ പണിയും 16ന്റെ പണിയൊക്കെ വായിച്ച് ആസ്വദിച്ച മാതാപിതാക്കൾ. ഒരു ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വല്ലപ്പോഴും ചില കുരുത്തക്കേടുകളൊക്കെ അന്ന് ചെയ്തിരുന്നെങ്കിൽ നമ്മൾക്ക് 4ന്റെ പണി പോലും നമ്മൾ ചെയ്താൽ നമുക്ക് വലിയ മുട്ടൻ ശിക്ഷകൾ കിട്ടുന്ന ഒരു കാലമായിരുന്നു. അപ്പം ആ ചിരിയൊന്നും ഉണ്ടാവില്ല. ബോബനും മോളിയും വായിച്ച ചിരിയൊന്നും നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്ത് ഉണ്ടാവില്ല. അത് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഈ വിളിപ്പേരുകളുള്ള ഈ താന്തോന്നികൾ നമ്മൾ വിളിച്ചിരുന്ന ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ക്ലാസ്സിലൊക്കെ സ്കൂളിലെത്തിയാൽ പ്രത്യേക ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഗ്രേഡ് അനുസരിച്ച് പിറകിലോട്ട് ഏറ്റവും മുന്തിയ തരം ഗുഡ് ഫോർ നത്തിങ് ആണെങ്കിൽ ഏറ്റവും പിറകിലുള്ള ബെഞ്ചിലാണ് അവർക്ക് പ്രത്യേക സ്ഥിതി വധിച്ചിരുന്നത്. പക്ഷേ ഈ ഗുഡ് ഫോർ നത്തിങ് ആളുകൾ, താന്തോന്നികൾ, ഇപ്പോൾ പല രീതിയിലും പല വിളിപ്പേരും അറിയപ്പെട്ടിരുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ നമ്മൾ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന നാഗരികതയുടെ, നമ്മുടെ പുതിയ ലോകത്തിലെ എല്ലാ നന്മകളുടെയും അത്യാവശ്യം ചില സിനിമകളുടെയൊക്കെ ശില്പികൾ ഇവരായിരുന്നു. ഈ യുഗപുരുഷന്മാരെ നമ്മൾ വിളിക്കാൻ പറ്റുന്ന കുറേ ഇതുപോലുള്ള ആളുകളായിരുന്നു. ഉദാഹരണത്തിന് ചർച്ചിലാണെങ്കിൽ ഇന്നത്തെ നമ്മൾ അനുഭവിക്കുന്ന പുതിയ ഇംപീരിയലിസ്റ്റ് സ്കീമുകൾ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പണിയെടുത്ത ആളുകൾ, ഐൻസ്റ്റീനെ പോലുള്ള ദിഷണാശാലികൾ, റിച്ചർഡ് ബ്രാൻസൺ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. പിക്കാസയെ പോലെ, അല്ലെങ്കിൽ അഭ്രപാളി നമ്മളെ വിഭ്രമിപ്പിച്ച ടോം ക്രൂസിനെ പോലുള്ള ആളുകളുടെയൊക്കെ ചെറുപ്പകാലം പലപ്പോഴും ഇത്തരം വിളിപ്പേരുകളാൽ സമൃദ്ധമായിരുന്നു എന്നുള്ളതാണ്. സ്റ്റീവ് ജോബ്സ് ഉദാഹരണത്തിന് വളരെ പിറകിലെ ബെഞ്ചിലിരുന്ന ആളുകളായിരുന്നു. പിക്കാസോയുടെ ചിത്രം അന്നത്തെ വലിയ ഏകാധിപതിയായിരുന്ന, ഭീകരനായിരുന്ന ഹിറ്റ്ലറെ ചൊടിപ്പിക്കാൻ മാത്രം ജീനിയസ് ആയിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ സാക്ഷാൽ ഹിറ്റ്ലർ തന്നെ ഒരു ADHD ആയിരുന്നു, പിക്കാസോയെ പോലെ തന്നെ. അങ്ങനെ ഈ ADHD പോലുള്ള ന്യൂറോ ഡൈവേർജൻ ഡിസീസസ് നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന രോഗങ്ങളുടെ ഒരു വഴികളും അതിൻ്റെ ചില വിഷയങ്ങളും നമ്മുടെ ഹോമിയോപ്പതിയിൽ അതിനുള്ള സാധ്യതകളൊക്കെ ഒന്ന് സ്പർശിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. താരേ സമീൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. ഈ സിനിമ നമ്മുടെയൊക്കെ മുൻധാരണകളെ, പ്രത്യേകിച്ച് ADHD കുറിച്ച് അറിയാത്ത ആളുകളുടെ ധാരണകളെ തകർക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ആ സിനിമ കാണുമ്പോഴും വലിയൊരു ശതമാനം ഇത്തരം കാര്യങ്ങളിൽ
വലിയ രീതിയിൽ പഠിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ADHD ഇപ്പോഴും പലപ്പോഴും കുട്ടികളുടെ പഠന വൈകല്യം അല്ലെങ്കിൽ സ്വഭാവ വൈകൃതം പോലുള്ള വികൃതി കുട്ടികളുടെ ഒരു 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 ക്ലാസ്സിൽ ചെറിയൊരു ശതമാനം ആളുകളുടെ പ്രശ്നമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. മാക്സിമം അത് വളർന്നാൽ 3 ഇഡിയറ്റ്സ് പോലെ കോളേജ് വരെ എത്തിയേക്കാം. അതിലും മുതിർന്ന ആളുകൾക്ക് ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളിടത്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് തുടങ്ങുന്നത്. അഡൽട്ട് ADHD, മൈ എക്സ്പെരിമെന്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. ന്യൂറോ ഡൈവർജൻസ് ഡിസീസ് എന്നാണ് ഇതിന് പറയുക. പ്രത്യേകിച്ച് ന്യൂറോളജിയുടെ വ്യത്യസ്തമായ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്: അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 പ്രധാനപ്പെട്ട ഏരിയ പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധക്കുറവ്, ഫോക്കസ് കുറവ്. 2 അമിതമായ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ചലനാത്മകത, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുതരം പൊട്ടിത്തെറിപ്പ് നമുക്ക് പറയില്ല, ഒരുതരം നിരന്തരമായ ചലനങ്ങൾ. ഇത് വളരെ അപൂർവമായ രോഗമാണോ എന്നാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന ഡയഗ്നോസ്ഡ് കേസുകൾ പോലും ഏകദേശം 10% പോപ്പുലേഷനിൽ ഇൻ ജനറൽ 10% ആളുകൾക്ക് ADHD ഉണ്ടോ എന്നുള്ളതാണ്. പല രീതിയിൽ, അതൊരു വലിയ സ്പെക്ട്രമാണ്. പല രീതിയിലുള്ള, പല ക്ലാസ്സിലും ടൈപ്പിലുമുള്ള ADHDയിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ആവാം, അല്ലെങ്കിൽ ചിലർക്ക് ഹൈപ്പർ ആക്റ്റീവ് ആകാം. വലിയൊരു ശതമാനം ആളുകൾക്ക് മൊത്തത്തിൽ ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള കണക്കുകൾ പറയുന്നത്. 15 കോടി ഇന്ത്യക്കാർക്ക്, ശതമാനക്കണക്കിൽ പറയും 11% ആണെങ്കിൽ 15 കോടി ഇന്ത്യക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂറോ ഡൈവേർജന്റ് ഡിസീസ് ഉണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ അത് 5 മുതൽ 6, മുതിർന്നവരിൽ, കുട്ടികളിൽ പൊതുവെ കൂടുതലാണ്, മുതിർന്നതിനനുസരിച്ച് കൂടി പിന്നീട് അവസാനം ഒന്ന് കുറയും. അങ്ങനെയാണ് ഈ ADHDയുടെ ഒരു എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ദ ADHD ഇൻ അഡൽട്ട്ഹുഡ്? മുതിർന്നവരിൽ ഇത് എന്താണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? എടുത്തുചാട്ടം, എന്താ പറയുക, ഒരു മുന്നൊരുക്കങ്ങളില്ലാതെ മുന്നോട്ട് നോക്കാതെയുള്ള എടുത്തുചാട്ടങ്ങൾ, ഇമ്പൾസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, തീരുമാനങ്ങൾ, അനിശ്ചിതത്വം, അതുപോലെ പലതരത്തിലുള്ള തിടുക്കങ്ങൾ, അക്ഷമയും അച്ചടക്കമില്ലായ്മ, സമയനിഷ്ഠയിലും കൃത്യനിഷ്ഠയിലും വലിയ പോരായ്മകൾ, പലപ്പോഴും മോശം കൈയടക്കം, കയ്യിൽ നിന്ന് സാധനങ്ങൾ തെറിച്ചു പോവുക, അവിടെ കൊളുത്ത് തട്ടിമറിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മറവി, ശ്രദ്ധക്കുറവ്, പല സാധനങ്ങളും അവിടെയും ഇവിടെ വെച്ച് മറന്ന് പോവുക. അതുപോലെ പലപ്പോഴും ഒരു ഡ്രീമിങ്ങിലായിരിക്കും. ഡ്രീമിങ്ങിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധ തീർച്ചയായിട്ടും ഒരുപാട് കുറയും. അതുപോലെ അലക്ഷ്യമായ ചലനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, അതുകൊണ്ട് തന്നെ പലപ്പോഴും ചെറിയ ഇതും വലിയതുമായ അപകടങ്ങളൊക്കെ പലപ്പോഴും വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ഇത്തരം ആളുകൾ. നമുക്കൊരു കഥാപാത്രത്തെ പരിചയപ്പെടാം. ഈ കഥാപാത്രത്തിന്റെ പേര് ബുള്ള എന്നാണ്. അദ്ദേഹം ഒരു 20-30 വർഷം മുമ്പ് ഒരു ഹോമിയോ കോളേജിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. SK ദുബെ വായിക്കാൻ നാളെ മെറ്റീരിയമെഡിക് എക്സാം ആണ്. ദുബൈയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പുസ്തകം. കാരണം അതിന്റെ പ്രസന്റേഷനൊക്കെ നല്ല രസമാണ്, അതിന്റെ അലൈൻമെന്റും ടൈപ്പോഗ്രഫിയൊക്കെ നല്ല രസമായതുകൊണ്ട് തന്നെ ദുബൈയുടെ ആളാണ്. കീനോട്ട് ഒക്കെ വായിക്കുമെങ്കിലും ദുബൈയുടെ ആളാണ്. അങ്ങനെ ദുബൈ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൾസാറ്റിലെയാണ് അതിൽ പെസിലാനിമസ് എന്ന് പറയുന്നൊരു വാക്ക് ഉടക്കി. പെസിലാനിമസിന്റെ അർത്ഥം അറിയാം, പക്ഷേ ബുള്ളയുടെ പ്രകൃതം വെച്ചിട്ട് പുള്ളിക്ക് അതൊന്നും പോരാ. അതിന്റെ എറ്റിമോളജി കണ്ടുപിടിക്കണം, അതിന്റെ വിത്തും വേരും ചെയ്യണം. ഉടനെ അദ്ദേഹം വെബ്സ്റ്റർ എടുത്ത് തപ്പി നോക്കിയപ്പോൾ പെസിലാനിമസ്, പുല്ലസ്, അങ്ങനെ പലതരം വാക്കുകൾ അതിൻ്റെ കൂടെ വന്നു. അപ്പോൾ ഇത് 200 വർഷം പഴക്കമുള്ള വാക്കാണ് എന്നാണ് വെബ്സ്റ്റർ പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ കാലത്ത് ഇത് വല്ലാണ്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ എത്ര കാലം ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവാം? കെന്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഉടനെ തന്നെ ബുള്ളയുടെ ചിന്ത കെന്റിലേക്ക് പോയി. ഉടനെ തന്നെ കെന്റ് റെപ്പറേറ്ററി എടുത്തു. കെന്റ് റെപ്പറേറ്ററി പൊതുവെ എടുക്കുന്നത് എക്സാം അല്ലെങ്കിൽ ഈ നെയ്ച്ചോറ് ബീഫൊക്കെ ഉള്ള ദിവസമാണ് മെസ്സിൽ ഉണ്ടെങ്കിൽ 2 കെന്റ് എടുത്തിട്ട് ഇങ്ങനെ പൊക്കി എക്സസൈസ് ചെയ്യാനും കസർത്ത് ചെയ്യാനൊക്കെയാണ് കെന്റ് പൊതുവെ ഉപയോഗിക്കാറ്. പക്ഷെ ഇന്ന് കെന്റ് ബുള്ള എടുത്തത്, കെന്റിന്റെ കാലത്ത് മൈൻഡ് പെസിലാനിമസ് ഉണ്ടോ എന്നൊരു ജിജ്ഞാസ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജിജ്ഞാസയും കൗതുകവുമാണ് ബുള്ളയുടെ ജീവിതം മൊത്തം. അങ്ങനെ കെന്റ് തുറന്നു നോക്കിയപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ കണ്ടത് നല്ല കപ്പട മീശയുടെ കെന്റിന്റെ നല്ല മുഴുകായ ചിത്രമാണ്, അല്ലെങ്കിൽ നല്ല വലിയൊരു ചിത്രം. ആ മീശ എന്ന് പറയുമ്പോൾ ഒരു തരം ഒരു വിഷറി പോലെ
നമ്മുടെ ലുട്ടാപ്പിയുടെ വടിയുടെ അറ്റത്തുള്ള ഇതുണ്ടല്ലോ, ചൂല് പോലെ അല്ലെങ്കിൽ വിഷറി പോലെ വളരെ സമൃദ്ധമായ മീശ, മൂക്കിന് താഴെ ഒരു നിബിഡ വനം തന്നെ. അപ്പൊ അതിന്റെ നടുവിൽ വെള്ള നിറത്തിൽ ഇങ്ങനെ രോമങ്ങൾ താഴോട്ട് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെ. അത് കണ്ടപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ആതിരപ്പള്ളി, എക്സാം കഴിഞ്ഞ് ആതിരപ്പള്ളി പോകണമല്ലോ, നമ്മളൊരു അങ്ങനെ ഒരു പ്ലാൻ ഇട്ടില്ല, അതൊന്നും ഉറപ്പിക്കണ്ടേ. ഉടനെ അവിടുന്ന് എഴുന്നേറ്റു, കെന്റിന്റെ മൂലയ്ക്ക് വെച്ചു, ദുബൈയുടെ ഒരു മൂലയ്ക്ക് വെച്ചു, വെബ്സ്റ്ററിന്റെ വേറൊരു മൂലയ്ക്ക് വെച്ചു. ബുള്ള ഉടനെ തന്നെ പോവാണ് പാച്ചുവിന്റെ അടുത്തേക്ക് പോവാണ്. നമ്മുടെ ഉത്സാഹ കമ്മിറ്റിയുടെ ചെയർമാനാണ് പാച്ചു. എക്സാം കഴിഞ്ഞ ഉടനെ ഇത് ഉറപ്പിക്കണം. ഈ യാത്രയാണ്, നിരന്തരമായ ചലനങ്ങളാണ്, നിരന്തരമായ മൂവ്മെന്റ് ആണ് ബുള്ളയുടെ ജീവിതം. യാത്ര എത്ര ദൂരെ പോകുന്നു അത്രയും സന്തോഷം. അപ്പൊ യാത്ര ഉറപ്പിക്കുക എന്നുള്ളതാണ്. എക്സാം മറന്നു, ദുബൈ മറന്നു, കെന്റിനെ മറന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ഒരു റൂമിൽ എന്താണ് ഒരു സിനി മാഗസിൻ എന്ന് പറയുന്നത് എന്താണ് ചിത്രഭൂമി, അത് കണ്ടപ്പം ശ്രദ്ധ അങ്ങോട്ട് പോയി. അതൊന്ന് മറച്ചു നോക്കിയപ്പോൾ അതിൽ രാജേഷ് ഖന്നയും എന്താണ് ജയമാലിനിയും ഒക്കെ ഇരിക്കുന്ന ബുള്ളയോട് അവർ പുഞ്ചിരിക്കുകയാണ്. ബുള്ളക്ക് വലിയ സന്തോഷം തോന്നി. രാജേഷ് ഖന്നയുടെ മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് രാജേഷ് ഖന്നയല്ല, കിഷോർ കുമാറിനെയാണ്. കിഷോർ കുമാറിന് ഓർമ്മ വന്നപ്പോൾ കിഷോറിന്റെ പാട്ട് കേൾക്കണം എന്ന് തോന്നി. അങ്ങനെ പുള്ളി നേരെ ആ മാഗസിൻ അവിടെ വെച്ചിട്ട് തൻ്റെ മുറിയിൽ പോയി വോക്ക്മാൻ എടുത്ത് കിഷോർ കുമാറിനെ കേൾക്കാൻ തുടങ്ങിയതോടുകൂടി പുള്ളി എല്ലാം മറന്നു. ബുള്ള പിന്നെ പാട്ടിന്റെ ലോകത്തായി കുറച്ച് മണിക്കൂറുകൾ. ദുബൈ ഇല്ല, നാളത്തെ പരീക്ഷയില്ല, ഒന്നുമില്ല. ഏതാനും നിമിഷം കൊണ്ട് പുള്ളിയുടെ തലച്ചോറിലൂടെ പോകുന്ന പുള്ളിയുടെ എന്താ പറയാ സഞ്ചാര പദങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. നിരന്തരമായ ഡിസ്ട്രാക്ഷൻ, നിരന്തരമായ അന്വേഷണം, നിരന്തരമായ കൗതുകങ്ങൾ. ADHD ആളുകൾക്ക് പൊതുവെ തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സ്കോർ വളരെ ഹൈ ആയിരിക്കും. അവർക്ക് പലതരം സിദ്ധികളും സാധ്യതകളും ഉണ്ട്. നല്ല ഇന്റലിജൻസ് ഉള്ള ആളുകളാണ് അവർ. നല്ല ക്രിയേറ്റീവ് ജീനിയസ് ആണ്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ആളുകളുണ്ടല്ലോ, വിൻസെന്റ് ചർച്ചിലിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ പിക്കാസോയെ പോലെ, മൈക്കലാഞ്ചലോയെ പോലെ പോലുള്ള ക്രിയേറ്റീവ് ജീനിയസ് ആണ് പൊതുവെ ADHD ബാധിച്ച ആളുകൾ. പലതരത്തിലുള്ള സാധ്യതകളുള്ളവരാണ്. പക്ഷേ അതുപോലെ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സ്റ്റീവ് ജോബ്സിന്റെ നമ്മൾ ഇന്ന് ഐഫോൺ യൂസ് ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഐഫോണിന്റെ ക്യാമറയിലാണ്. ഐഫോൺ എന്ന അത്ഭുതം സാധ്യമായത് ആർട്ട്, കാലിഗ്രാഫിയിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും ടെക്നോളജിയുടെ താല്പര്യവും കൂടി പരസ്പരം എന്താണ് ഒരു മാരേജ് നടന്നപ്പോഴാണ്. സ്റ്റീവ് ജോബിന്റെ തലയിൽ അങ്ങനെ ഒരു സിന്തസിസ് നടന്നപ്പോഴാണ് ഐഫോൺ എന്ന വണ്ടർ, അത്ഭുതം, ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ഉണ്ടായത്. അതുപോലെ ഔട്ട് ഓഫ് ബോക്സ് സൊല്യൂഷൻസ്. നമുക്കറിയാം ഏറ്റവും വലിയ ചരിത്രത്തിൽ ഔട്ട് ഓഫ് ബോക്സ് സെലക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക സാക്ഷാൽ ഗോഡിയൻ നോട്ടിനെ കുറിച്ചും, അതുപോലെ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റിന് ബ്യൂക്കിഫാലസ് എന്ന് പറഞ്ഞ് കുതിരയെ കിട്ടിയത് അദ്ദേഹത്തിന്റെ വലിയ ഐതിഹാസിക യാത്രകളൊക്കെ തുടങ്ങുന്നത് ഈ ഗോഡിയൻ നോട്ട് തകർത്തിട്ടാണ്. ആ നോട്ട് തകർത്തത് ടോട്ടലി ഔട്ട് ഓഫ് ബോക്സ് ചിന്തയിലാണ്. അപ്പൊ ഔട്ട് ഓഫ് ബോക്സ് പോലുള്ള ചിന്തകൾ വരുന്നത് ഇത്തരം ആളുകളുകൊണ്ടാണ്. അതുകൊണ്ടാണ് ADHD പോലുള്ള, ഡിസ്ലെക്സിയ പോലുള്ള സൈക്കോ ന്യൂറോ ഡൈവേർജന്റ് ഡിസീസുള്ള ആളുകളാണ് ഈ ലോകത്തെ നിർമ്മിച്ചതും ഈ നാഗരികതയെ പല രീതിയിൽ നിയന്ത്രിക്കുന്നതും അവരാണ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. പക്ഷെ വേറൊരു ഭാഗത്ത് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഈ പറയുന്ന കേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇതിൽ വലിയൊരു ശതമാനത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് വലിയൊരു ജനസഞ്ചയത്തിന് ഇത്തരം വലിയ സിദ്ധിയും സാധ്യതയും ഉണ്ടായിട്ടും അതിലെല്ലാവരും ആ സിദ്ധി സാധ്യതകളെ സാധനയിലൂടെ വളർത്തിയിട്ട് എല്ലാവരും ബിൽഗേറ്റ്സ് ആവുന്നില്ല. എല്ലാവരും ബ്യൂക്കിഫാലിസിൽ കയറിയിട്ട് അശ്വമേധം നടത്തുന്നില്ല അലക്സാണ്ടറിനെ പോലെ. എല്ലാവരും വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നില്ല. എന്തുകൊണ്ട് ചിലർ ഈ കർസ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ പിടിയിൽ പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് ബുള്ളയെ പിന്നീട് വീണ്ടും ഒന്നുകൂടി നോക്കാം. ബുള്ളയുടെ ലൈഫിൽ പിന്നീട് അദ്ദേഹം ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീഷണറായി, NLP പ്രാക്ടീഷണറായി, ഹ്യൂമൻ പെർഫോമൻസ് എക്സ്പേർട്ടായി, കോർപ്പറേറ്റ് കമ്പനികൾക്ക് പെർഫോമൻസ് എക്സ്പേർട്ടിൽ ക്ലാസ്സുകളും കൺസൾട്ടേഷൻ കൊടുക്കാൻ തുടങ്ങി, പബ്ലിക് സ്പീക്കറായി, TV പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. ബ്ലൂ സോൺ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞിട്ട് ബ്ലൂ സോണിനെ കുറിച്ചുള്ള നിരന്തര സ്വപ്നങ്ങളും സഞ്ചാരങ്ങളുമായി പെർമാകൾച്ചറിനെ കുറിച്ച് ഉള്ള പുതിയ കോഴ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ
എന്താണ് മസ്നവി പോലെയുള്ള ഫിലോസഫിക്കൽ സംഭവങ്ങളുടെ ഹൽക്ക രൂപീകരിക്കുന്നതിന്റെ കോഴ്സുകൾ തയ്യാറാക്കാൻ, ഇങ്ങനെ വളരെ വലിയ രീതിയിലുള്ള വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകുന്ന ഒരു ഇതിലേക്ക് യഥാർത്ഥത്തിൽ ബുള്ള പോകുന്നു. പൊതുവെ ADHD എടുക്കാർ ചിലരൊക്കെ, മിക്കവാറും ആളുകൾ ഇത്തരം നിരന്തരമായ ഡിസ്ട്രാക്ഷനിലൂടെ പലതരം എൻഗേജ്മെന്റിലൂടെ പോവുകയും വിജയിക്കുകയും പരാജയപ്പെടുകയും, ചിലതിൽ വിജയിക്കും ചിലതിൽ പരാജയപ്പെടുന്നത് നിരന്തരമായ ഈ പോക്കാണ് ADHDക്കാരുടെ സഞ്ചാരവും സന്തോഷവും. അതിന്റെ റിസൾട്ട് അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതോ മൂന്നാമതോ അഞ്ചാമതോ മാത്രമാണ്. അതാണ് അതിന്റെ വലിയൊരു ദുരന്തവും. അപ്പോ ADHD ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണ്, പീപ്പിൾ പ്ലീസിങ് ആണ്. ADHDയിൽ RSD എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ ശ്രദ്ധിക്കും, നമ്മൾ ആ ഏരിയയിലേക്ക് എത്തും. RSD എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടൊരു സംഭവമുണ്ട് ADHDക്കാർക്ക്. ആ വേദനയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആളുകളെ പരമാവധി സന്തോഷിപ്പിക്കുക. ഒരു തരത്തിലുള്ള അസേർഷനോ ഒരു തരത്തിലുള്ള എന്താ പറയുക പ്രഷറൈസിങ്ങോ ഒരു തരത്തിലുള്ള പ്രൊവൊക്കേഷനോ ഇല്ലാതെ വളരെ ഒരു മീൻ തെന്നി പോകുന്നത് പോലെ പോകുന്ന രീതിയാണ് പലപ്പോഴും ADHDക്കാരിൽ വലിയൊരു ശതമാനം ആളുകൾക്കും. കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പലപ്പോഴും കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിജക്ഷൻസ്, RSD എന്ന് പറഞ്ഞാൽ റിജക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്ട്രസ് ആണ്, ഒരു സിൻഡ്രോമാണ്. അപ്പോൾ റിജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഉൾവലിയുന്ന, അത്തരം എൻഗേജ്മെന്റിനെ പൂർണ്ണമായി അടച്ചു കളയുന്ന, വാളിംഗ് ഓഫ് ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു ബിഹേവിയർ ഉണ്ട്. അതുപോലെ പൊതുവെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ വേറെ പ്രശ്നമാണ് പിന്നെ ഡെന്നിൻ ക്രൂഗർ സിൻഡ്രോം എന്നൊക്കെ പറയും. മാനേജ്മെന്റ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാം. ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുമ്പോൾ തന്നെ വലിയ ആങ്സൈറ്റിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വലിയ വലിയ പ്രോജക്റ്റുകൾ എടുക്കുകയും പലപ്പോഴും അതിന് ചാലഞ്ചുകൾ ഉണ്ടാവുകയും, പക്ഷെ ചെറിയ സമയം കൊണ്ട് ചാലഞ്ചുകളെ മറികടക്കാൻ മാത്രം സിദ്ധിയും സാധ്യതയുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും ഓവർ കോൺഫിഡൻസും ഓവർ കമ്മിറ്റ്മെന്റും എടുക്കുന്ന ഒരു പാറ്റേണിലേക്കും ഒരു ലൂപ്പിലേക്കും ADHDക്കാര് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും ADHDക്കാർ ചെയ്യുന്ന വലിയ ഗുരുതരമായ ഏറ്റവും വലിയ ജീവിതത്തിന്റെ വലിയ പരാജയങ്ങൾ എന്ന് പറയുന്ന വേദനാജനകമായ ഒരു കാര്യം, ADHDക്കാര് അവരുടെ മനസ്സിൽ പലപ്പോഴും വളരെ ശക്തമായ ഉൾവിളികൾ ഉണ്ടാവും, ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും ചില കാര്യങ്ങളെ കുറിച്ച്. അത് ചെയ്യരുത്, അവിടെ പോകരുത്, ആ ബിസിനസ്സിൽ ഇറങ്ങരുത്, ആ പാർട്ട്ണറുമായിട്ടുള്ള ഇത് ബിസിനസ് വേണ്ട എന്നൊക്കെ നല്ല ശക്തമായ വിളികൾ ഉണ്ടാകുമ്പോഴും ADHDക്കാർ അത്തരം ഉൾവിളികളെ ഒരു പിറകോട്ട് തള്ളി ഇത്തരം റിസ്കുകൾ എടുക്കും. കാരണം ADHD ഒരു പ്രത്യേകത റിസ്ക് ടേക്കിംഗ് പ്രൊപ്പൻസിറ്റിയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും റിസ്ക് എടുക്കാനുള്ള കോൺഫിഡൻസും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലുള്ള കഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആളുകൾ വേണ്ടാത്ത വയ്യാവലികളും വഴിയെ പോകുന്ന എന്താ പറയുക പാമ്പിനെ തലയിൽ വെക്കുന്ന സ്വഭാവങ്ങൾ പല രീതിയിലും കാണിക്കുന്നു എന്നുള്ളതാണ്. ADHD ക്യാരക്ടറിന്റെ കയ്യിൽ ഏറ്റവും മനോഹരമായ ഒരു ആധുനികമായ ഒരു കാറുണ്ട്, ഏറ്റവും നല്ല എഞ്ചിൻ, ഏറ്റവും നല്ല എല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഡ്രൈവിംഗ് അറിയില്ല, അല്ലെങ്കിൽ ഡ്രൈവിംഗ് അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പം നല്ലൊരു ഡ്രൈവറെ കണ്ടെത്താനുള്ള ശേഷിയോ കഴിവോ ഇല്ല. നല്ലൊരു ഡ്രൈവറെ കണ്ടെത്തിയാൽ അദ്ദേഹത്തിന് ഈ ലോകം കീഴടക്കും. അത്രയും നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളും ADHDക്കാരനുണ്ട്. പക്ഷേ കൃത്യമായ ഒരു സാരഥിയുടെ അപര്യാപ്തത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ പോകുന്നുണ്ട്. പലപ്പോഴും ADHD തൻ്റെ ധൈഷണികമായ ഈ വണ്ടിയെ എപ്പോഴും പിറകുന്ന തള്ളി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വല്ലാത്തൊരു ജീവിതമായിരിക്കും പലപ്പോഴും ADHDക്കാരുടേത്, പല പിള്ളമാരുടേതും. കോഗ്നിറ്റീവ് ഹേസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. ബുദ്ധിപരമായ ചിന്താപരമായ ചിതറിപ്പ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരുതരം തലച്ചോറിൽ ഒരുതരം അഗ്നിസ്ഫുലിംഗങ്ങൾ, ഒരുതരം ഫയർ ഇങ്ങനെ തിളക്കണ പോലെയാണ് ചിന്തയുടെ ഒരു ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ഇമോഷണൽ ഡിസ്റെഗുലേഷൻസ് ഉണ്ടാവും. പല രീതിയിലുള്ള ഏറ്റവും മോശം മൾട്ടി ടാസ്കേഴ്സ് ആണ് യഥാർത്ഥത്തിൽ ADHDക്കാര്. കാരണം ഈ പറയുന്ന ഇതുള്ളത് കൊണ്ട്, ഫോക്കസ് ഇല്ലായ്മ കൊണ്ടും പല രീതിയിലുള്ള. പക്ഷെ ഏറ്റവും കൂടുതൽ മൾട്ടി ടാസ്കിങ് പ്രൊപ്പൻസിറ്റി കാണിക്കുന്നതും താല്പര്യങ്ങൾ കാണിക്കുന്നതും ADHDക്കാരാണെന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെയുണ്ട്. പിന്നെ ഇതുപോലെ ഈ ലോ സ്റ്റിമുലേഷൻ ജോബ്, കാരണം ADHDയുടെ അടിസ്ഥാന പത്തോളജി ഡോപ്പമിൻ റിലേറ്റഡ് ഡിസ്റെഗുലേഷൻ ആണ്. ഡോപ്പമിൻ
നും അതുപോലെ നോറെപ്രിൻ പോലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളുടെ കൃത്യമായ ഒരു എന്താ പറയുക അതിൻ്റെ ആക്ടിവേഷനും അതിൻ്റെ ഇനാക്ടിവേഷൻ ആയിട്ടുള്ള റെഗുലേറ്ററി മെക്കാനിസം തകരുന്നത് കൊണ്ടോ പല രീതിയിലും അതിന് വലിയ രീതിയിലുള്ള തകർച്ചയും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് ADHD മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോ സ്റ്റിമുലേറ്റിംഗ് ടാസ്ക് ഒന്നും പറ്റില്ല. ഹൈ സ്റ്റിമുലേറ്റിംഗ് ആയിട്ട് ടാസ്കുകളിലേക്ക് നിരന്തരമായി പോവുകയും നിരന്തരമായ വെല്ലുവിളികൾ, നിരന്തരമായ വലിയ ടാസ്കുകൾ, നിരന്തരം ചാലഞ്ചുകൾ, ഇങ്ങനെയാണ് ADHD ഒരു നിതാന്ത സഞ്ചാരം. ഇങ്ങനെ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ പരിമിതികളുണ്ടല്ലോ, സെൻസറി ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, സെൻസറി ഓവർവെൽമിങ് ഇത് ഉണ്ടാകുമ്പോൾ തലച്ചോറിനടുത്ത് നേരത്തെ അഗ്നിസ്ഫുലിംഗങ്ങൾ പിന്നീട് ഉണ്ടാകുന്നത് ഒരു തരം ഫ്രോസൺ ബ്രെയിൻ സിറ്റുവേഷനാണ്, സിൻഡ്രോം പോലെയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ പിന്നൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂറോളജിക്കൽ വിഷയമാണ് റിജക്ഷൻ സെൻസിറ്റിവിറ്റി ഡിസ്ഫോറിയ. ഒരു വലിയ ശതമാനം എന്താണ് ADHD-കാർക്കും ഇത് വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി പെയിൻഫുൾ. ADHD-കാരുടെ ഏറ്റവും വലിയ ചാലഞ്ച്, ഏറ്റവും വലിയ പ്രശ്നം ഈ തിരസ്കാര ഭയമാണ്. ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എല്ലാ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ദൈനംദിന സംഭവങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ തിരസ്കാര ഭയത്തിൽ നിന്നും അതിൻ്റെ അവോയ്ഡൻസ്, അതിനെ മിനിമൈസ് ചെയ്യുന്നതിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അതേസമയത്ത് ADHD-കാരിൽ വലിയ ശതമാനം, പ്രത്യേകിച്ച് അഡൽട്ട് ADHD-യിൽ ഇത് വളരെ കൂടുതലാണ്. പിന്നെ ഇതുണ്ടാക്കുന്ന ഇമോഷണൽ പെയിൻ എന്ന് പറയും, ഈ RSD ഉണ്ടാക്കുന്ന ഇമോഷണൽ പെയിൻ ആണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്. അത് പിന്നെ ഫിസിക്കൽ പെയിനായിട്ട് പലപ്പോഴും നമ്മുടെ നെഞ്ചിലേക്ക് വന്ന് ആരും ഇടിക്കുന്നത് പോലെ അല്ലെങ്കിൽ വയറ്റിലേക്ക് ഒരു കത്തി കുത്തി കയറ്റുന്നത് പോലെയൊക്കെയുള്ള ഡീപ്പായിട്ടുള്ള സെൻസേഷൻസും ഫീലിങ്ങും ഉണ്ടാവും. പക്ഷെ അത് മുഖത്ത് കാണിക്കില്ല. പലപ്പോഴും അതിന് ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടായില്ല. എല്ലാ ഡിസ്ലെക്സിയയുടെയും ADHD-യുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമതൊരാൾ അറിയാൻ മാത്രം വർഷങ്ങളോളം അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് പോലും ഇയാൾക്ക് ഇങ്ങനെ ഗുരുതരമായ ഒരു ചലഞ്ച് ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ, എക്സെപ്റ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഒരുതരം വട്ടാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എന്താ പറയുക അച്ചടക്കമില്ലായ്മയുടെ ലക്ഷണമായിട്ടാണ് പലപ്പോഴും ആളുകൾ കാണുന്നത്. അതൊരു ജനറ്റിക് പ്രശ്നമാണ്. അത് അദ്ദേഹത്തിന്റെ ജീനുകളിലും ക്രോമസോമുകളിലും സെല്ലുകളിലും അതിൻ്റെ മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും രോഗിക്ക് തന്നെയും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്കും പറ്റാതിരിക്കുന്നതെന്നുള്ളതാണ് ഈ ADHD-യുടെയൊക്കെ വളരെ വിഷമകരമായ മറ്റൊരു യാഥാർത്ഥ്യം. 20,000 നെഗറ്റീവ് ഫീഡ്ബാക്കുകളാണ് 10 വയസ്സിനുള്ളിൽ ഒരു ശരാശരി കുട്ടിച്ചാത്തന് അല്ലെങ്കിൽ ADHD കുട്ടിക്കുറുമ്പന് കിട്ടുന്നത്. പിന്നീട് വളർന്ന് വലുതായി മൂക്കിൽ പല്ല് മുളക്കുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ എന്താ പറയുക വലിയ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഈ നെഗറ്റീവ് ഫീഡ്ബാക്കുകളും നേരത്തെ പറഞ്ഞ ഡിസ്ഫോറിയ, നിരന്തരമായ റിജക്ഷൻ ഡിസ്ഫോറിയയിലൂടെയൊക്കെയാണ് ഇയാളുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവുക. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു സംഭവം. ഇമ്പാക്ട് എന്തൊക്കെ ലൈഫിൽ ഏതൊക്കെ കാര്യങ്ങളാണ്? സ്കൂളിംഗ്, എഡ്യൂക്കേഷൻ വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യും. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു മന്ദബുദ്ധി എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെന്നുള്ളത് കൊണ്ടും ഈ ADHD-യുടെ തലച്ചോറിന്റെ അമൂല്യമായ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോ നമ്മുടെ സമൂഹത്തിനോ സാധിക്കാത്തത് കൊണ്ടും ഇതൊരു അഴുകുചാലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗോഡൌണിൽ ഈ ADHD-കാരൻ അവൻ വല്ല എന്താ പറയുക മത്തിക്കച്ചവടം ചെയ്യുകയോ അല്ലെങ്കിൽ വല്ല അരിയും ചാക്കും എടുത്ത് നടക്കുക പിറകെ ബെഞ്ചിലുള്ള സിദ്ധിയും സാധ്യതയുള്ള മനുഷ്യനാണ് പിന്നീട് ഈ സാധ്യതകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയുക തെരുവില് നമ്മുടെ തെരുവ് കച്ചവടം നടത്തുന്നുണ്ടാവുക. അപ്പം ഈ പറയുന്ന $1 ബില്യൺ ഡ്രെയിനാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ പോലുള്ള സിവിലൈസേഷൻ, ഇത് യൂറോപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് അമേരിക്കയിലുള്ള ഒരു മുതിർന്ന സമൂഹത്തിൽ അതുപോലെ അത്തരം കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ ചില കുടുംബങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ അവർ ലോകത്ത് നിയന്ത്രിക്കുന്നവരാണ്. ഈ ADHD-കാരുടെ വലിയ ഒരു എന്താ പറയുക കെനഡി ഫാമിലി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം ADHD-കാരാണ്. അവർ ലോകത്തെ ഇന്നും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലീസ് ഒക്കെയാണ്. അപ്പോൾ അതുപോലെ കരിയർ, ഫൈനാൻഷ്യൽ സെറ്റ് ബാക്കുകൾ, ഇൻഡസ്ട്രിക്കും അറിയില്ല ADHD-യുടെ വില എന്താണെന്നത്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വലിയൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ വലിയ ഒരു ദിഷണാശാലിയായിരുന്നു
ഹെലൻ കെല്ലറിന് കണ്ണും കായലും ശരിയൊന്നും കേൾക്കാത്ത ഹെലൻ കെല്ലർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ഒരുപാട് വലിയ ദൈക്ഷണികമായ ജീവിതം നയിച്ച ഹെലൻ കെല്ലറുടെ ജീവിതത്തിൽ ഹെലൻ കെല്ലർ ആക്കിയത് ആനി സല്ലിവനാണ്. ഈ ആനി സില്ലിവനെ പോലുള്ള ഒരാള് പലപ്പോഴും ഈ പറയുന്ന ബുള്ളമാരുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ ലൈഫിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഈ പറയുന്ന ADHD വെറും പലപ്പോഴും അഴുക്ക് ചാലിൽ ആ ധിഷണകൾ ഒഴുകി പോകുന്നത്. അതുപോലെ സോഷ്യൽ ലൈഫിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള മോശം പേരുകളാലാണ് അവർക്ക്. കുട്ടികളാണെങ്കിൽ പ്രോബ്ലം ചൈൽഡാണ്, മുതിർന്നവരാണെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരാണ്. അങ്ങനെ യഥാർത്ഥ സഹായം ആവശ്യമുള്ള ഒരു സമൂഹം, സഹായം ആവശ്യമുള്ള വലിയ രീതിയിലുള്ള സ്കാഫോൾഡിങ് ആവശ്യമുള്ള, സപ്പോർട്ട് ആവശ്യമുള്ള, ഒരു എന്താ പറയുക ഡ്രൈവർ ആവശ്യമുള്ള, ഒരു തേരാളിയെ ആവശ്യമുള്ള, ഒരു കൃഷ്ണനെ ആവശ്യമുള്ള എന്താണ് നമ്മുടെ അർജുനന്റെ ജീവിതത്തിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം. അതുപോലുള്ള ലൈഫാണ്. ഇത്തരം ലൈഫിൽ ആ സപ്പോർട്ടിന് പകരം അവർക്ക് നിരന്തരമായി കിട്ടുന്നത് സ്കോൾഡിങ് ആണ്, പരിഹാസങ്ങളാണ്, റിഡിക്യൂളിംഗ് ആണ്. ഇതൊരു ADH ഷെയിം ലൂപ്പ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഈ ഷെയിം ലൂപ്പിലൂടെ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഷെയിം ലൂപ്പിന്റെ ട്രിഗർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ഡെഡ് ലൈൻ മിസ്സാവുന്നു, അല്ലെങ്കിൽ സാധനം വേറെങ്കിലും മറന്നു വെച്ച് വരുന്നു, ആവശ്യത്തിൽ കൂടുതൽ എന്താണ് അഭിനന്ദനങ്ങൾ കിട്ടും, പിന്നീട് ഇന്റർലൈസ് ഞാൻ എന്നും മറക്കുന്ന ആളാണെന്ന് രോഗി തന്നെ തീരുമാനിക്കുന്നു. അപ്പൊ അതൊരു വിഷ്യസ് ലൂപ്പായിട്ട് നിരന്തരമായിട്ട് മാറുന്നു. 3 തരത്തിലാണ് ADHDയുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുക. ഒന്ന് ഇൻഅറ്റൻഷൻ, രണ്ടാമത്തത് ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ്നെസ്, മൂന്നാമത്തത് കമ്പൈൻഡ് ആയിട്ടുള്ള സംഭവം ശ്രദ്ധക്കുറവ്, പിന്നീട് ചലനാത്മകത അല്ലെങ്കിൽ ഒരുതരം വെപ്രാളങ്ങളും നിരന്തരമായ എന്താ പറയാ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. ഒരു ഡോക്ടറായിട്ട് ഒരു ക്ലിനിക്കിൽ ഒരു സീറ്റിൽ ഒരു പേഷ്യന്റിനെ നോക്കിയാൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പേഷ്യന്റ് നോക്കിയാൽ അവിടുന്ന് എഴുന്നേറ്റ് പോകണം. ഇതൊരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്, എന്താ പറയുക മെക്കനൈസേഷൻ ആണ്. അപ്പം അത്തരം ചാലഞ്ചുകളിലാണ് ഈ പറയുന്ന ഇൻഅറ്റൻഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ പദാർത്ഥം ഉണ്ടാകുന്ന മെയിനായിട്ട് ഫോക്കസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ദുബൈ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് റെപ്പട്രിയിലേക്കും കെൻഡിലേക്കും തെസോറസിലേക്കും മാറി പോകുന്ന ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഒരുപാട് വൈവിധ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ഇൻഅറ്റൻഷൻ ടൈപ്പുകൾക്ക് ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാവണമെന്നില്ല. അതേപോലെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻഅറ്റൻഷൻ ഉണ്ടാവണമെന്നില്ല. ഇത് രണ്ടുമുള്ള ആളുകളാണ് വലിയൊരു ശതമാനം. ADHDക്കാരും എന്നുള്ളതാണ്. പക്ഷെ അതിലും തോതിലും ഇതിലൊക്കെ വ്യത്യാസം. ചില ആൾക്ക് മൈൽഡ്, ചിലർക്ക് വളരെ തീവ്രമായ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് തീവ്രമായ തലത്തിലുള്ള ഈ പറയുന്ന ADHD മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പല റിപ്പോർട്ടേഴ്സും പറയുന്നത്, അല്ലെങ്കിൽ പഠനങ്ങളും പറയുന്നത്. ഇമ്പൾസീവ് ടൈപ്പ് ആണ്. കമ്പൈൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ 2 തരത്തിലും ഉണ്ടാവും. ഡെയിലി ആക്ടിവിറ്റീസിന്റെ ഫോർഗറ്റീവ്, ഹൈ ഡിസ്ട്രാക്ഷൻസ്, വളരെ വലിയ രീതിയിലുള്ള എന്താണ് റെസ്റ്റ്ലെസ്നെസ്, ആൻഡ് they tend to talk a lot. ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ. പിന്നെ ഇത്രയും നമ്മൾ സംസാരിച്ചപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ അവസാനത്തേക്ക് പോയാൽ ചിലപ്പം ഇന്ററാക്ഷന് സമയം ഉണ്ടാവില്ല. ഒരു 5 minutes ഇന്ററാക്ഷൻ ആവാം. എന്നിട്ട് നമ്മൾക്ക് ഇതിന്റെ നെക്സ്റ്റ് മാനേജ്മെന്റ് സൈഡിലേക്കും നമ്മുടെ എന്ത് പറയുന്നത് അങ്ങനെ ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യണോ? ധനേഷ് ജി, മറിയാമ്മ ഡോക്ടർ, കണ്ടിന്യൂ ചെയ്യാം അല്ലേ? യെസ്, കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലത് ഡോക്ടറെ. യെസ് ഫൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ താന്തോൻ പറഞ്ഞോളൂ. സമയം തികയാതെ വന്നെങ്കിലോ അതുകൊണ്ട് ഇല്ല കുഴപ്പമില്ല, അത് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ താന്തോന്നികളായ കുറെ ആളുകൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ വിഷ്യസ് ലൂപ്പിൽ പെട്ടില്ല? എന്തുകൊണ്ട് അവരത് മറികടന്നു? എങ്ങനെയാണ് അവർ മറികടന്നത്? എന്തുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റി? എന്തുകൊണ്ട് അവർ ഡ്രെയിനിലേക്ക്, അഴുകുചാലിലേക്ക് ഒഴുകിപ്പോയില്ല? നിക്കോള ടെസ്ലയുടെ കഥ അറിയാമല്ലോ. തോമസ് എഡിസനെ നമുക്കെല്ലാവർക്കും തോമസ് എഡിസനെ അറിയാം. ടെസ്ല അറിയുന്നവർ ഇപ്പോൾ കാർ അറിയുന്നതുകൊണ്ട് അറിയാം. അല്ലെങ്കിൽ ഈ പറയുന്ന ADHDയിലൊക്കെ കൗതുകമുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ടെസ്ലയൊക്കെ ഒരു കഥാപാത്രമായിരുന്നു. ടെസ്ല ഇല്ലെങ്കിൽ എഡിസൺ ആയിരുന്നു. അതുപോലെ സ്റ്റീവ് ജോബ്സ്,
മാർക്കിലായിരുന്നില്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ് എന്ന അത്ഭുത പ്രതിഭാസം ഉണ്ടാവുമായിരുന്നില്ല. അതുപോലെ പോൾ ബിൽ ഗേറ്റ്സിനെ അറിയാം. ബിൽ ഗേറ്റ്സ് എന്ന എന്താ പറയാ ടെക്നോളജി ഭീമനെ അറിയാം. പലതരത്തിലുള്ള ഭീമൻ ആണ് അദ്ദേഹം. നമ്മൾ നേരത്തെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിൽ ഗേറ്റ്സിന്റെ മെഡിക്കൽ ഫീൽഡിലൊക്കെയുള്ള കുരുത്തക്കേടുകൾ. പോൾ അല്ലൻ എന്ന് പറയുന്ന ഒരു സപ്പോർട്ടർ, ഒരു തേരാളി ഇല്ലായിരുന്നെങ്കിൽ ബിൽ ഗേറ്റ്സിന്റെ രഥം, അദ്ദേഹത്തിന്റെ ചക്രം ചെളിയിൽ പൂണ്ടുപോകുമായിരുന്നു. അലക്സാണ്ടറിന്റെ വലിയ തേരോട്ടങ്ങളൊക്കെ നടന്നത് അരിസ്റ്റോട്ടിൽ എന്ന പ്രതിഭാശാലിയുടെ ഏറ്റവും വലിയ ഫിലോസഫർമാരുടെയൊക്കെ ഫിലോസഫർ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യത്വത്തിലും ശിക്ഷണത്തിലുമാണ്. സോക്രട്ടീസ് അരിസ്റ്റോട്ടലിന്റെ ഗുരുവായിരുന്നു. പ്ലാറ്റോയുടെ ഗുരുവായിരുന്നു. പ്ലാറ്റോ എന്ന മഹാപ്രതിഭാസം സോക്രട്ടീസിൽ ഇല്ലായിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് നമ്മൾ കാണില്ലായിരുന്നു. അങ്ങനെ അർജുനന്റെ വിഷാദയോഗത്തിൽ നിന്ന് അർജുനെ കൈപിടിച്ചു ഉയർത്തി ഒരു വലിയ വില്ലാളിയാക്കി മാറ്റിയത് ശ്രീകൃഷ്ണന്റെ എന്താ പറയാ സാരഥ്യത്തിലാണ്. അങ്ങനെ ഒരു സാരഥി ഇല്ലായിരുന്നെങ്കിൽ, തേരോട്ടവും വില്ല് കുലക്കിലും ഒക്കെയാണ് അർജുനൻ ഒന്നിച്ച് ചെയ്തിരുന്നതെങ്കിൽ അർജുനൻ പരാജയപ്പെടുമായിരുന്നു എന്നുള്ളതാണ് പാഠങ്ങൾ, നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ. ഇതിന്റെ പത്തോഫിസിയോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ ADHD പത്തോഫിസിയോളജി. അപ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന താന്തോന്നികൾ എങ്ങനെ ചരിത്രം മാറ്റിക്കുറിച്ചു എന്നുള്ളതിന്റെ പ്രത്യേകത, അവർക്ക് കൃത്യമായ ആനി സെലിവൻസ്മാർ, ടെസ്ലമാർ, സോക്രട്ടീസുമാർ, അല്ലെങ്കിൽ കൃഷ്ണനെ പോലുള്ള പാർത്ഥസാരഥികൾ അവരുടെ ജീവിതത്തിൽ വന്നു എന്നുള്ളത് കൊണ്ടാണ് അവരുടെ പരിമിതികളെ മറന്ന് ലോക ജേതാക്കളും ജേത്രികളുമായത് എന്നുള്ളതാണ്. പത്തോഫിസിയോളജി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡൊപ്പാമൈൻ റിസപ്റ്റേഴ്സ് റിലേറ്റഡ് ക്രോമസോമൽ അബറേഷൻസും ക്രോമസോമൽ മ്യൂട്ടേഷൻ 70-80% ജനറ്റിക് പ്രെഡിലിക്ഷൻസ് ആൻഡ് പ്രൊപ്പൻസിറ്റി കാണിക്കുന്നു എന്നുള്ളതാണ് ഡോപ്പാമിൻ ആൻഡ് ഡിസ്റെഗുലേഷൻ. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്, നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ തീരുമാനങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ ഇമ്പൾസിനെയൊക്കെ മാനേജ് ചെയ്യുന്ന അതിന്റെ അണ്ടർ ആക്ടിവിറ്റി പലപ്പോഴും വലിയ രീതിയിൽ എക്സിക്യൂട്ടീവ്, നമ്മൾ പറഞ്ഞതുപോലെ നല്ല കാറുണ്ട്, ടയറില്ല, ചക്രമില്ല, അല്ലെങ്കിൽ ഡ്രൈവർ ഇല്ല, എക്സിക്യൂഷൻ നടക്കില്ല. നല്ല മനോഹരമായ മുന്തിയ എഞ്ചിനുണ്ട് കാറിൽ, ഏറ്റവും നല്ല സീറ്റുകളുണ്ട്, പക്ഷെ എക്സിക്യൂഷൻ നടക്കുന്നത് എന്താണ്? സ്റ്റിയറിംഗ് വീലുകളും ഇല്ലാതെ, ചക്രങ്ങളും ഇല്ലാതെ വണ്ടി മുമ്പോട്ട് പോകില്ല. എക്സിക്യൂഷൻ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന്റെ അണ്ടർ ഗ്രോത്ത് അല്ലെങ്കിൽ അണ്ടർ ആക്ടിവിറ്റി കാരണം. അതുപോലെ പലപ്പോഴും ഇതൊരു ഡീഫോൾട്ട് മോഡിലേക്ക് പോകും. പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടി പല രീതിയിലുള്ള എന്താ പറയാ ഈസി ഡോപ്പമിൻ, എല്ലാ മനുഷ്യരും, നമ്മൾ ADHD അല്ലാത്ത എല്ലാ മനുഷ്യന്റെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന സാധനം. ADHD-കാരുടെ പരിമിതികൾ കാരണം ഈസി ഡോപ്പമൈൻ ചാനലിലേക്ക് ADHD-കാരുടെ സിസ്റ്റം നിരന്തരം വീണുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പോളിജിനോമിക് ആണ്, ഒരു ജീൻ മാത്രമല്ല, അതായത് ഡോപ്പമൈൻ റിസപ്റ്ററിനാണ് അനോമലി മാത്രമല്ല, പല രീതിയിലുള്ള ചെറുതും വലുതുമായ ഒരുപാട് ജീനുകൾ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫീനോടൈപ്പിംഗ് വളരെ വൈദ്യമുള്ളതാണ്. പല ആളുകളും പല രീതിയിലാണ് ADHD-യുടെ അല്ലെങ്കിൽ സ്പെക്ട്രം ഡിസോർഡർ മൊത്തത്തിൽ പറയാ. അതിൽ ഓട്ടിസം വരാം, അതിൽ ഡിസ്ലെക്സിയ വരാം, ഡിസ്ഗ്രാഫിയ വരാം, ഡിസ്കൈനസിസ്, പല രീതിയിലുള്ള പലതരം മാനിഫെസ്റ്റേഷൻസും വരാം. ശകുന്തള ദേവി മുതൽ മൈക്കൽ ഫാരഡെയുള്ള ഒരുപാട് ആളുകളുടെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരുപാട് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ജൈനറ്റിക് വൈവിധ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പലതരം ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ ആണ്. ഇതിനെ ഒരു പ്രത്യേക സഞ്ചിയിൽ ഇട്ടിട്ട് നമ്മൾക്ക് പാക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പാരന്റിങ്ങും ഈ ജീനുകളെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നത്, സംഭാവന നൽകുന്നത് പാരന്റ്സും പങ്കാളികളും അതുപോലെ ടീച്ചേഴ്സ് ഒക്കെയാണ്. ടീച്ചേഴ്സിന്റെ ടോർച്ചേഴ്സ്, പാരന്റ്സിന്റെ ഗുണദോഷവും അഡ്മോണിഷൻസ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ 20,000 നെഗറ്റീവ് ഫീഡ്ബാക്സ് ബൈ ഏജ് ഓഫ് 10. അപ്പൊ ഏറ്റവും വലിയ സപ്പോർട്ട് ആവശ്യമുള്ള ആളുകൾക്ക് റിജക്ഷൻ ആണ് പലപ്പോഴും കിട്ടാറുള്ളത്. അതുപോലെ പലപ്പോഴും ഈ ADHD ഒറ്റക്ക് ഉണ്ടാവാറില്ല. പലതുപോലെ പല രോഗങ്ങളും ഇറ്റ് കംസ് വിത്ത് എ കൈൻഡ് ഓഫ് സോ മെനി അതർ കണ്ടീഷൻസ്, കോമോർബിഡിറ്റീസ് നമ്മൾ പറയും. ആ കോമോർബിഡിറ്റീസും ഡിഫറൻഷ്യൽ ഡയഗ്നോസിസും
കൃത്യമായി മനസ്സിലാക്കി നമ്മൾക്ക് ഇതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാരണം ഇതെല്ലാവർക്കും കയറിയും കുറഞ്ഞും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതില്ലാത്ത മനുഷ്യരൊന്നുമില്ല. ഈ മറവിയില്ലാത്ത തുമ്മാത്ത മനുഷ്യരില്ല എന്ന് പറയുന്നത് പോലെ, ചുമക്കാത്ത മനുഷ്യരില്ല എന്ന് പറയുന്നത് പോലെ, എല്ലാ ചുമയും ചുമയല്ലല്ലോ. കൊക്കച്ചുമയും വില്ലൻ ചുമയൊക്കെ ഇല്ലേ. പക്ഷെ അതുപോലെ എല്ലാ ഡിസ്ട്രാക്ഷനും എല്ലാ ഹൈപ്പർ ആക്ടിവിറ്റിയും ഒരുപോലെയല്ല. മനുഷ്യർക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള അക്ഷമകൾ ഉണ്ടാവാം, ഇമ്പൾസീവ്നെസ് എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷെ നിരന്തരമായി അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടൂൾ എന്താണ്? അതുപോലെ ഹാഷിമോട്ടോ പോലുള്ള രോഗങ്ങളും ADHD തമ്മിലുള്ള സമാനതകളും കോമോർബിഡിറ്റി, ഓവർലാപ്പ്, ഡിഫറൻസസ്. ഹാഷിമോട്ടോ വളരെ വലിയ ADHD തീരെ ഇല്ലാത്ത ഒരാൾക്ക് ഹാഷിമോട്ടോ ഉണ്ടെങ്കിൽ ADHD ഒരുപാട് സിംറ്റംസ് കാണിച്ചേക്കാം. പക്ഷെ അപ്പോഴും പലപ്പോഴും ADHD ഉള്ള ആളുകൾക്ക് പലപ്പോഴും ഹാഷിമോട്ടോ ഉണ്ടാവാം. ഇത് രണ്ടും ഒന്നിച്ച് വരുന്നത് കാണുന്നുണ്ട് വലിയൊരു ശതമാനത്തിൽ. 2.2 സിഗ്നിഫിക്കൻസ് ഹയർ റേറ്റ് ഓഫ് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ആൻഡ് ഹാഷിമോട്ടോ ക്യാൻ ബി ദർ. ഹാഷിമോട്ടോ മാത്രമല്ല, ഹൈപ്പർ ഓർ ഹൈപ്പോ, ഇത് രണ്ടും ഉണ്ടാവാം. ഏറ്റവും കൂടുതൽ ഹൈപ്പോ തൈറോയിഡിസം, എസ്പെഷ്യലി ഹാഷിമോട്ടോ ആണ് ഈ പറയുന്ന ADHD കോർമോബിഡിറ്റി ഉണ്ടായിട്ടുണ്ടാവുക. അതുപോലെ ഇനി ADHD ഇല്ലാത്ത ഒരാൾക്ക് ഹാഷിമോട്ടോ വന്നാലും ADHD കുറേയേറെ ലക്ഷണങ്ങൾ, കുറേയല്ല പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കണ്ടേക്കാം. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ TPO, തൈറോയിഡിന്റെ വേറൊരു വിഷയമാണല്ലോ. TPO ആന്റിബോഡി യുടെ ലിങ്ക് ADHDയിൽ ലിറ്റിൽ കോമൺ ദാൻ നോർമൽ, അങ്ങനെയാണ്. അതുപോലെ ഇതുപോലെ ഒരു മിമിക്കിംഗ് എഫക്റ്റ്, ഹാഷിമോട്ടോയുടെ മിമിക്കിംഗ് ഉണ്ട് ADHDയുടെ. അത് കാരണം പലതരം കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അടുത്തതൊന്ന് ഈ പറയും നമ്മൾ സ്ലീപ്പിൽ പഠിച്ച പോലുള്ള പലതരത്തിൽ സ്ലീപ്പ് ആപ്നിയ ഡിസോർഡേഴ്സ്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഡിസോർഡേഴ്സ്. നമ്മുടെ വാച്ചിലൊക്കെ നോക്കിയാൽ നമുക്ക് സ്ലീപ്പിന്റെ ഒബ്സ്ട്രക്ഷൻ ഒക്കെ മനസ്സിലാക്കാൻ പലതരം ടൂളുകൾ അവൈലബിൾ. അപ്പൊ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് പലപ്പോഴും ADHD എക്സൈബിഷനും കൂടാം. അത് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾ മിമിക് ചെയ്തേക്കാം. ഇറ്റ് ക്യാൻ ബി എ കോമോബിഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി എൻ എക്സാസർബിംഗ് ഓർ എക്സൈറ്റിംഗ് ഫാക്ടർ. നേരത്തെ ഹാഷിമോട്ടോ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിന്റെ ഒരു ഷെയ്ഡാണിത്. ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികൾക്ക് ഉണ്ടാവാം. ഇവർക്കൊക്കെ പൊതുവെ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ വലിയ സ്കോറുകളും വലിയ സിദ്ധിയും വലിയ കഴിവുള്ള ആളുകളാണ്. അവരെ ആരെങ്കിലും കണ്ടെത്തുന്നത് വരെ ആ കഴിവുകളായി അവർ ജീവിക്കുന്നു. അതുപോലെ പലപ്പോഴും ഇത്തരം ആളുകൾ പലതരം അഡിക്ഷൻസിനും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പാമിൻ പ്രശ്നമുള്ള ആളുകളാണ്. ജനറ്റിക്കലി തന്നെ ഡോപ്പാമിൻ പ്രശ്നമുള്ളതാണ്. അപ്പോൾ വലിയ അഡിക്ഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചില അഡിക്ഷനിലേക്ക് അവർ പോകുന്നു. ചിലപ്പോൾ മ്യൂസിക് ആവാം, ചിലപ്പം ആർട്ട് ആവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇതാവാം. നമ്മൾ അതിൽ അവർ ഒതുങ്ങിയില്ലെങ്കിൽ പലപ്പോഴും അതിലും വലിയ അഡിക്ഷനിലേക്ക് പോയേക്കാം. അഡിക്ഷൻ എന്താ പറയുക, സാധ്യത, പ്രൊപ്പൻസിറ്റി വളരെ കൂടുതലാണ് ഇത്തരം ആളുകൾക്ക് എന്നുള്ളതാണ്. പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുപോലെ ADHDയുടെ മിമിക്കിംഗ് സ്റ്റേറ്റുകളാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഡിസ്ഫങ്ഷൻ. അതുപോലെ പലതരം ഈ ഹിയറിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കും അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അവർ നമ്മളെ പല രീതിയിലുള്ള മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ഇതെല്ലാം കൂടി വരുമ്പം ഹിയറിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് ADHD ഉണ്ട് നമുക്ക് തോന്നിയേക്കാം. അതുപോലെ അയൺ ഡെഫിഷ്യൻസി, RLS ഫോർ എക്സാമ്പിൾ, റെസ്റ്റ്ലെസ് അനീമിയയുടെ, ഫെറിറ്റിൻ ഡെഫിഷ്യൻസിയുടെ വലിയൊരു മാനിഫെസ്റ്റേഷൻ ആണത്. പലപ്പോഴും ADHDക്കാർക്ക് RLS ഉണ്ടാവും വിത്ത് അഗെയിൻ ഫെറിറ്റിൻ ഡെഫിഷ്യൻസി. ഇതെല്ലാം ഒരുതരം ലൂപ്പിലൂടെ, ഒരുതരം വിഷ്യസ് ഇതിലൂടെ എല്ലാം കൂടി ഒന്നിച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. ബോണസായിട്ട്, ബണ്ടിലായിട്ട്, ബൈ വൺ ഗെറ്റ് വൺ പോലെയാണ് ADHDക്കാർക്ക്. അല്ലെങ്കിൽ ഈ പറയുന്നത് ന്യൂറോ കൺവെർജൻസ്, ഡൈവർജന്റ് ഡിസീസുള്ള ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാവുക. ചില മെറ്റിറ്റ്മാൽ എപ്പിലെപ്സി പോലുള്ള ആളുകളിലും ഇത്തരം ആബ്സെന്റ് മൈൻഡ്നെസ് പെട്ടെന്ന് അവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ. അപ്പം നമുക്ക് അവർ ADHD ആണെന്ന് സംശയിച്ചേക്കാം. അതുപോലെ ഡയബറ്റീസും ഹൈപ്പോഗ്ലൈസീമിയയും പല രീതിയിലുള്ള ഇറിറ്റബിലിറ്റിയും പല രീതിയിലുള്ള കോൺസെൻട്രേഷൻ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ADHD യഥാർത്ഥത്തിൽ ക്ലാസിക്കലി മനസ്സിലാക്കിയതുപോലെ ADHD ഇന്നോളം ലോകത്തിന്റെ ചരിത്രം അന്നോ മുതൽ ഇന്നോളം അതൊരു സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ പഠന വൈകല്യം, സോഷ്യൽ എന്താ പറയുക, അച്ചടക്കമില്ലായ്മ, സാമൂഹികമായ ബോധമില്ലായ്മ, ഇങ്ങനെയുള്ള കുറേ കുറ്റപ്പേരുകളാലും പലതരം വലിയ കുറ്റപത്രങ്ങൾ ചാർത്തപ്പെട്ട ആളുകൾ ക്യാരക്ടർ ഫ്ലോ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ഇതൊരു ആക്ച്വൽ ന്യൂറോളജിക്കൽ പ്രശ്നമാണ്, ഒരു ന്യൂറോളജിക്കൽ ഡിഫറൻസ് ആണ്. ന്യൂറോളജി സ്പെഷ്യൽ വയറിംഗ് ആണ് അവൻ്റെ തലയിൽ ഉണ്ടാവുക. അപ്പം ഇത് ഒരു കേൾക്കാം, ഇടയ്ക്ക് കണക്ഷൻ പോകുന്നുണ്ടായിരുന്നു.
കേക്കാം. ഒരു പുഴയെ പോലെയാണ് അവന്റെ ചിന്തകളും ഇതൊക്കെ ഉണ്ടാവുക. അതിന് വേണ്ടത് തടയണകളും ഒന്നുമല്ല, അതിന് വേണ്ടത് ഒരു 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 ചാനലാണ്. വലിയ വലിയ ഡാമുകൾ ഇട്ട് തടയുന്നതല്ല അതിന്റെ ശൈലി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൺവെൻഷണൽ മാനേജ്മെന്റ് ഞാൻ ഇവിടെ പറയുന്നില്ല. ഹോമിയോപ്പതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതും എൻ്റെ തന്നെ കേസുകളിലൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നത് ലൈക്കോപോഡിയം ലെവാറ്റം, നമ്മുടെ സാക്ഷാൽ ലൈക്കോപോഡിയം തന്നെ. ഇന്റലക്ച്വൽ വളരെ കീനാണ്, ഫിസിക്കലി വീക്കാണ്. എല്ലാ ADHD-കാരും ഫിസിക്കലി വീക്ക് ആവണമെന്നില്ല. പിന്നെ ഇന്റലക്ച്വലി വളരെ കീനായിരിക്കും. ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി ഉണ്ടാവും, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, പിന്നെ വാണ്ട് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവും. സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളത് കൊണ്ട് തന്നെ പലതും തുടങ്ങില്ല, തുടങ്ങിയാൽ ഭംഗിയായിട്ട് സിലീഷ്യ പോലെ ലൈക്കോപോഡിയം പെർഫോം ചെയ്യുന്നു. ട്രെയിൻ ഓഫ് ഐഡിയാസ്, പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടന്നാലൊക്കെ ലോകത്തുള്ള എല്ലാ ആശയങ്ങളും വന്നിട്ട് നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരു 100 തേനീച്ചകളെ പോലെ മൂളിപ്പറന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഡിസീവ് പ്രോബ്ലം, ലൈക്കോപോഡിയത്തിന്റെ ക്ലാസിക്കൽ ഇതാണ്, പലപ്പോഴും ADHD-യുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട സിംറ്റം ആണ്. അതുപോലെ ലീഡർഷിപ്പ്, പലപ്പോഴും ലൈക്കോപോഡിയം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കാണിക്കുന്നതാണ്. പക്ഷേ ലൈക്കോപോഡിയത്തിന് ലോ അസർട്ടീവ്നെസ്, പൾസാറ്റിലെ പോലെ ഫോസ്ഫറസിനെ പോലെ വളരെ ലോ അസർട്ടീവ്നെസ് ഉള്ള ഒരു മെഡിസിനും കൂടിയാണ്. മെഡോറിനുമാണ് അടുത്ത സംഭവം. മെഡോറിനത്തിന് പ്രത്യേകം നമുക്കറിയാമല്ലോ. മെഡോറിനും അംബീഷ്യസ് ആണ്, പലതരം ആശയങ്ങൾ ഇങ്ങനെ ഒരു ഒരു ഇത്. അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങൾ നടക്കാത്തതുകൊണ്ടുള്ള ഹ്യൂജ് ഡിസാറ്റിസ്ഫാക്ഷൻ. അതുപോലെ സപ്രഷൻ ഓഫ്, നമ്മുടെ അറിയാമല്ലോ മെഡോറിനും നമ്മുടെ നോസോഡുകളുടെ സപ്രഷൻ. അതുപോലെ ഹിസ്റ്ററി ഓഫ് സപ്രഷൻ ഉണ്ടാവാം. ചേഞ്ചബിലിറ്റി ഓഫ് മൂഡ്, അതുപോലെ നമുക്കിതൊക്കെ അറിയുന്നതാണ്. ഈ ചേഞ്ചബിലിറ്റി ഓഫ് മൂഡൊക്കെയാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പലപ്പോഴും ADHD-യുടെ പല സിംറ്റമുകളെയും ലൈക്കോപോഡിയവും മെഡോറിനും ഇത് ചെയ്യുന്നു. 2E ഫിറ്റ് ആണ്. 2E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ക്ലാസ്സിൽ നമുക്ക് പറയാം. ഈ ADHD-യുടെ വേറൊരു സംഭവമാണത്. പിന്നെ ഓപ്പൺ എയർ ലൈക്കോപോഡിയം, അല്ല സോറി, പൾസാറ്റിലെ പോലെ തന്നെ ഓപ്പൺ എയർ ക്രേവ് ചെയ്യുന്നു. ട്യൂബർകുലിനും എത്തുമ്പോൾ റെസ്ലെസ്നെസ് വലിയ രീതിയിൽ തന്നെ ഉണ്ട്. നിരന്തരമായി യാത്രകൾ ഇഷ്ടപ്പെടുന്നതാണ്. യാത്രകൾ നടക്കാത്തത് കൊണ്ട് വലിയ രീതിയിൽ ഡിസാറ്റിസ്ഫാക്ഷനും ഡിസ്കണ്ടന്റ്മെന്റും പേറി നടക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ നേടിയാൽ പോലും ഇനിയും നേടണം, വലിയ വലിയ സ്വപ്നങ്ങൾ. അതുപോലെ ഈ ഈ ഈ റെസ്റ്ലെസ്നെസിന്റെ വേറൊരു സംഭവമാണ് ഫിയർ ഓഫ് കൺഫൈൻമെന്റ്. ഏതെങ്കിലും തരത്തിൽ കാല് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും തരത്തിൽ ജയിലിൽ അടക്കപ്പെട്ട അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ച് തലകൊണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തുന്നു. ആജന്റനേട്രിക്കം വെരി ക്ലാസിക്കൽ ആണ്, നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഹറീഡ്നെസ്, അതുപോലെ ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി, തലച്ചോറിനകത്ത് ഐഡിയകളുടെ ഒരുതരം എന്താണ് തേർവാഴ്ച, ഇമ്പൾസിവിറ്റിവിറ്റി. ഇങ്ങനെ ബിൽഡിങ്ങുകളുടെ മൂലകൾ വന്ന് ഇടിക്കും തോന്നും, അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങിൽ നിന്ന് കയറാൻ പേടി, ഇറങ്ങാൻ പേടി, കയറിയാൽ ചാടാൻ തോന്നുക. അങ്ങനെ പലതും ഇമ്പൾസുകളുടെ ഇതാണ്. അതുപോലെ വിവിഡ് ഇമാജിനേഷൻ ഓഫ് ഫാളിംഗ് ബിൽഡിങ്സ് ഫോർ എക്സാമ്പിൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മൾ അർജന്റൈട്രിക്കം പറഞ്ഞു, സൾഫർ ബറീറ്റ് കാർബ്, അതുപോലെ സിങ്കമെറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, സിങ്കും നമ്മുടെ അയേണും തമ്മിലുള്ള ഒരു മെറ്റബോളിസം ഉണ്ട്, ഫെറിറ്റിൻ മെറ്റബോളിസം. അത് ഡിസ്റെഗുലേഷൻ കാരണം നമുക്ക് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഉണ്ട്, പലതരം റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകാം. ഈ റെസ്റ്റ്ലെസ്നെസ് കാരണം നമ്മുടെ സിങ്കിന്റെ, നമ്മുടെ മെറ്റീരിയൽ നമുക്കറിയാം, സിങ്ക് ആസ് എ മെറ്റൽ, സിങ്ക് ആസ് എ മെഡിസിൻ, അത് വലിയ രീതിയിൽ ഫിജിറ്റിയും പല രീതിയിലുള്ള റെസ്റ്റ്ലെസ്നെസ്സും പല രീതിയിലുള്ള മൂവ്മെന്റും ട്രിഗർ ചെയ്യാറുണ്ട്. അതുപോലെ പൾസാറ്റിലയുടെ ചേഞ്ചബിലിറ്റി നമുക്കറിയാം. ഇതൊക്കെയാണ്. പിന്നെ ചില പ്രധാനപ്പെട്ട റൂബ്രിക്കുകളിലേക്ക് നമുക്ക് പോയാൽ, ഡിസ്ട്രാക്ഷന്റെ റൂബ്രിക്, മൈൻഡ് ഡിസ്ട്രാക്ഷൻ, ലൈക്കോപോഡിയം കാണാം, ബറൈറ്റ കാണാം, മെഡോറിനം കാണാം, സൾഫർ കാണാം, അനക്കാഡിയം കാണാം, ആസിഡ് ഫോസ് കാണാം, കൽക്കേരിയ. ഇനി ഡേ ഡ്രീമിംഗ്, അബ്സ്ട്രാക്ഷൻ ഓഫ് മൈൻഡ്, ലൈക്കോപോഡിയം, മെഡോറിനം, സൾഫർ, കാനബിസ്, അനക്കാഡിയം, ട്യൂബർകുലിനം, ബറിറ്റ. അതുപോലെ ഡിഫിക്കൽട്ട് ഇൻ ഓർഗനൈസിങ്, നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേറ്റ് ആണ്. പലതും മറന്നു പോകുന്നത്, പലതും വെച്ചെടുത്ത് മറന്നു പോകുന്നത്, പല രീതിയിലുള്ള ചലഞ്ചുകൾ ഉണ്ടാവുന്നത്, പല രീതിയിലുള്ള ലാസ്റ്റ് 11th അവർ സിൻഡ്രോം ഉണ്ടാവുന്നത് ഈ ഓർഗനൈസിങ്ങിന്റെ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഓർഗനൈസിങ്ങിന്റെ മൈൻഡ് ഓർഗനൈസേഷൻ ലാറ്റ് ഓഫ് സിന്തസിസിൽ ആ ഒരു എന്താണ് റൂബ്രിക് ഉണ്ട് എന്നാണ് പറയുന്നത്. ലൈക്കോപോഡിയം, ബറീറ്റ, മെഡോറിനം, അനക്കാഡിയം, സൾഫർ, ട്യൂബർകുലിനം, നമ്മൾ നോക്കുമ്പോൾ
ആൾമോസ്റ്റ് കോമൺ മെഡിസിൻസ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹയർ മാർക്ക് ഓഫ് മെഡിസിൻസ് ആയിട്ട് വരുന്നത്. അല്ലാതെ മെഡിസിൻസ് ഉണ്ട് 3 മാർക്കോ അല്ലെങ്കിൽ മേജർ കവറിംഗ് മാർക്സ് മെഡിസിൻസ് ഈ പറയുന്ന ലൈക്കോപോഡിയവും ബറേറ്റ കാർബ് മെഡോറിനം അനക്കാഡിയം ഓഫ് കോഴ്സ് എല്ലാത്തിലും അനക്കാഡിയം വരുന്നുണ്ട്, ട്യൂബർക്കുലം വരുന്നുണ്ട്. അതുപോലെ കെയർലെസ് മിസ്റ്റേക്സ് വരുത്തുക, അതുപോലെ മൈൻഡ് കെയർലെസ്നെസ് ഇതൊക്കെ അനക്കാഡിയം ഏറ്റവും ക്ലാസിക്കൽ ആയിട്ടുള്ള അതുപോലെ ഒക്കെ ഉള്ളതാണ് അനക്കാഡിയത്തിന്. ലൈക്കോപോഡിയം ബറേറ്റ അഗെയിൻ പൾസാറ്റില്ല ലാക്കസിസ്. അതുപോലെ ബ്രെയിൻ ഫോഗിൽ ലൈക്കോപോഡിയം ഫോസ്ഫറസും ബറേറ്റ ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്ലാസിക്കൽ മെഡിസിൻ ആണ് കാലിബ്രോം പോലുള്ള മെഡിസിൻസ്, അത് നമ്മൾ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഹീഡ്ലെസ് പറഞ്ഞു. അതുപോലെ വിവിഡ് ഇമാജിനേഷൻ ലൈക്കോപോഡിയം ഇസ് കമ്മിങ് അഗെയിൻ. സൾഫർ മെഡോറിനം കാനബിസ് ട്യൂബർക്കുലിനം ആൻഡ് ഫോസ്ഫറസ്. എൻ്റെ ഇഷ്ടപ്പെട്ട മരുന്നുകൾ പൾസാറ്റില ലൈക്കോപോഡിയം മെഡോറിനം ട്യൂബർക്കുലം ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് എനിക്ക് പ്രത്യേകിച്ച് ഈ കേസുകളിൽ നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ അനുഭവങ്ങൾ എനിക്ക് വലിയ താല്പര്യമുണ്ട് കേൾക്കണമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത്തരം കേസുകളിലെ അനുഭവങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ എനിക്കും വലിയ ഉപകാരമായിരിക്കും, മറ്റുള്ളവർക്കും വലിയ രീതിയിൽ കാരണം ഇത് അപൂർവമായ കേസല്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ അറിയാതെ ജീവിക്കുന്ന ഒരു ജീവിയാണിത്. നമ്മുടെ എല്ലാ ആളുകളുടെയും വീട്ടിൽ നമ്മൾ അറിയാതെ ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ്. സമൂഹത്തിൽ 10% ആളുകൾ, ഇന്ത്യയിൽ 150-ൽ 15 കോടി ആളുകൾ ഈ ജീവിതം നയിക്കുന്നവരാണ്. അവരുടെ റിജക്ഷൻ ഡിസ്ഫോറിയ പോലുള്ള വളരെ വേദനാജനകമായ അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും രീതിയിൽ ഹോമിയോപ്പതിയിലൂടെയും അല്ലാതെയും നമുക്ക് ഇടപെടാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമായിരിക്കും. സോ ഓവർ ടു ഡോക്ടർ മറിയാമ്മ. താങ്ക് യു. നന്ദി നജീബ് ഡോക്ടർ. വളരെ നല്ല ഒരു ക്ലാസ് നമുക്ക് ഡോക്ടർ തന്നു. ഇനി ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൽ ചികിത്സ നടത്തിയിട്ടുള്ളവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാം. അതല്ല ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. അതനുസരിച്ച് അൺമ്യൂട്ട് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. എബ്രഹാം മൈദീൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോളൂ. എബ്രഹാം മൈദീൻ ഡോക്ടറെ ഒന്നും കൂടെ അൺമ്യൂട്ട് ചെയ്തേരെ. എബ്രഹാം മൈദീൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളൂ. ഇന്ന് സംസാരിക്കാം. നജീബ് ഡോക്ടറിന്റെ സ്ക്രീൻ ക്ലോസ് ചെയ്യാമോ ഡോക്ടറെ? എന്തോ അല്ല, സ്ക്രീൻ ക്ലോസ് ക്ലോസ് അല്ലേ? ഇപ്പൊ ആയി. നജീബ് ഡോക്ടറിന്റെ ക്ലാസ് വളരെ വിപ്ലവകരമായിരുന്നു. അഡൽട്ട് ADHD സാധ്യതകളും അതിപ്പം അത് വളർന്നു വന്ന ADHD-ക്കാർ വളർന്നു വന്ന ലോകത്തിന് കരുത്തായി മാറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഇതേ കാര്യങ്ങൾ ഞാൻ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ ആദ്യമേ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പം എനിക്ക് ഒരു കാര്യം ആദ്യം ഒരു വിമർശനം പറയട്ടെ. ഡോക്ടർ ഈ ഡിസ്ലെക്സിയയൊക്കെ ഇതിൽ പെടുത്തിയത് എന്തിനാന്ന് മനസ്സിലായില്ല. അത് വേറെ എൻ്റെ ഡിഫറെന്റ് ആയിട്ട് സംഗതിയല്ലേ? ഡിസ്ലെക്സിയ പറഞ്ഞ ഡോക്ടർ അല്ലല്ല ഡോക്ടറെ, ഇതെല്ലാം വലിയൊരു അംബ്രല്ലയുടെ അടിയിലാണ് വരുന്നത്. ആ അംബ്രല്ല എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോ ഡൈവർജൻസ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന വലിയൊരു അംബ്രല്ലയുടെ അണ്ടറിൽ പലപ്പോഴും ഡിസ്ലെക്സിയയും ADHD ഒക്കെ ഓവർലാപ്പ് ചെയ്ത് വന്നേക്കാം. ഈ അംബ്രല്ലയിൽ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ന്യൂറോ ഡൈവർജൻസ് ഡിസോർഡേഴ്സ്. അത് ഞാൻ ആ രീതിയിൽ പഠിച്ചിട്ടില്ല. അത് രണ്ടായിട്ട് കാണണമെന്നാണ് എന്റെ ധാരണ. ഇതൊന്നും സ്റ്റാൻഡ് അലോൺ അല്ല. ഓട്ടിസം അതേപ്പെടുത്തിയത് എനിക്ക് യോജിക്കാൻ പറ്റിയില്ല. ഡിസോർഡേഴ്സ്, ആസ്പെർജൻസ് സിൻഡ്രോം, അതുപോലെ പല രീതിയിലുള്ള വലിയ ഒരു സ്പെക്ട്രം ഡിസോർഡേഴ്സിന്റെ, കാരണം മനുഷ്യൻ ഒരു ശരീരമാണ്, ഒരു
എൻറ്റൈറ്റിയാണ്. ഇതിന്റെ ആദാന പ്രദാനങ്ങളും കൊടുക്കലും വാങ്ങലുകളും നിരന്തരം നടന്നു. ജീനുകൾ പലപ്പോഴും ഒന്നും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, നല്ല രീതിയിലും ചീത്ത രീതിയിലും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന, അതുകൊണ്ടാണ് ഇതിനെ ക്ലസ്റ്റർ ചെയ്തിട്ട് ഡയഗ്നോസ്റ്റിക് ഗ്രൂപ്പുകളാക്കുന്നത്. ഇതിനെ ക്ലസ്റ്റർ ചെയ്ത് ഡയഗ്നോസ്റ്റിക് ഗ്രൂപ്പുകളാക്കുന്നത് പലപ്പോഴും ഇതിന്റെ മാനേജ്മെന്റിനും അതുപോലെ ഇതിന്റെ ഡയഗ്നോസിസിനും സഹായിക്കാൻ വേണ്ടിയാണ്. ഇതിൽ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ, ഉദാഹരണത്തിന് ചില ആൾക്ക് വെറും ഹൈപ്പർ ആക്റ്റീവ് മാത്രം ഉണ്ടാവാം, ചില ആൾക്ക് വെറുതെ ഈ പറയുന്ന ഡിഫ്യൂഷൻ മാത്രം ഉണ്ടാവാം, സോസറസ് ഒക്കെ പോലെ, വേറൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇപ്പൊ വലിയൊരു ശതമാനം ആളുകൾക്ക് ഇതെല്ലാം കൂടി ഉണ്ടാകുന്നു. എന്താണ് കോമ്പിനേഷൻ ഓഫ് സിൻഡ്രോം ഉണ്ടാകുന്നു. അതുപോലെ പല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻസ്. കാരണം ഇതിന്റെ ഞാൻ ജെനറ്റിക്സ് പറഞ്ഞല്ലോ, ഒരുപാട് ജീനോമിക് എക്സ്പ്രഷൻസ് അതിൽ വരുന്നുണ്ട്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ടും കൂടിയാണ്. ഈ ജീനുകൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഈ സൂക്കുകളെല്ലാം വരണം എന്ന് അർത്ഥമില്ല. അതിനെ ട്രിഗർ ചെയ്യുന്ന പാരന്റിങ് ആവാം, ഭക്ഷണ രീതി ആവാം, ഉണ്ടാവാം, അങ്ങനെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മരുന്നുകൾ പലപ്പോഴും ഏത് ഭാഗത്താണ് ആക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വേറൊരു ചാലഞ്ചാണ്. എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഡോക്ടർ ഡോപ്പമീനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് ഇത് ഡോപ്പമീനൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ പഠിച്ചപ്പോഴാണ് അതിനെപ്പറ്റി പഠിച്ചു വന്നിരുന്നാലും ആഴത്തിലതിലേക്ക് പോയിട്ടില്ല. ഗവൺമെന്റ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ വർക്ക് ചെയ്തപ്പോൾ ഇതിനെ കൂടുതൽ പഠിക്കേണ്ടി വന്നു. അപ്പോൾ അതും റിസൾട്ട് ഒക്കെ നല്ലതായിട്ട് കിട്ടി. ഈ പറയുന്ന മെഡിസിനൊക്കെ വളരെ സാധ്യത ഉണ്ട്. പക്ഷേ പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്തപ്പോൾ ഈ ഞങ്ങള് നല്ല മെന്റൽ സിംറ്റംസ് എന്നൊക്കെ പറഞ്ഞ് എടുത്തു വെച്ചേക്കുന്ന സംഗതികള് കൂടുതലും ഈ മെഡിസിൻ ഇതിനെ രോഗത്തെ പറ്റി പഠിക്കുമ്പോൾ അതിന്റെ കോമൺ സിംറ്റമാണ്. അതിന്റെ കോമൺ സിംറ്റമാണ് എടുത്ത് നമ്മൾ വെക്കുന്നത്. അപ്പം അത് മെന്റൽ സിംറ്റമാണ്, ഡെപ്തുള്ള സിംറ്റമാണോ എന്ന് സംശയം തോന്നി. ആ കാര്യം നല്ല പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടും നല്ല മെഡിസിൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല. ആ കാര്യത്തെ ആ സമയത്ത് റെപ്പർട്ടറി ഇത് വിതോൾക്കസ് എക്സ്പെർട്ട് സിസ്റ്റം ഉപയോഗിച്ചപ്പോൾ റെയർ മെഡിസിൻ ഒരുപാട് വന്നു. മീഡിയം റെമഡീസ്, സ്മാൾ, ഇതൊക്കെ കൊടുത്ത് ഈ മെഡിസിനൊക്കെ കൊടുത്തപ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടിയത്. ഇപ്പം കാലിസിലിക്കേറ്റ, കാൽക്കേരി സിലിക്കേറ്റ ഒക്കെയാണ് കൂടുതൽ റിസൾട്ട് കിട്ടിയ മരുന്നുകളെ. ഇതൊക്കെ സാധാരണ മിനറൽ മെഡിസിൻസ് പറഞ്ഞോളൂ, ഞാൻ ആഡ് ചെയ്യാം, താങ്കൾ പറയൂ. മാക്സിമം താങ്കളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻപുട്ട് ആണ്. കാഴ്സിനോസിൻ ഇതൊക്കെയാണ് കൂടുതൽ സാധ്യത കൂടുതലുള്ളത്. ഇപ്പം ഈ മെഡോർണം ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ടെങ്കിലും മെഡിസിൻ ആക്ട് ചെയ്യുന്നില്ല. അപ്പം ഇതാ ഒബ്സർവ് നമ്മള് മനസ്സിലാക്കിയത്, ഈ നമ്മള് നല്ല മെഡിസിൻ എടുത്തിരുന്നതെല്ലാം കോമൺ സിംറ്റം, മെഡിസിന്റെ ഈ രോഗത്തിന്റെ കോമൺ സിംറ്റം ആണ്. അത് ഒഴിവാക്കി എടുത്താലേ നമുക്ക് റെപ്പർട്ടൈസേഷൻ നന്നാക്കാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഓക്കെ, വളരെ നല്ലൊരു ഇൻപുട്ടാണ് താങ്കൾ പറഞ്ഞത്. പിന്നെ വിത്തോൽക്കാസിനെ എങ്ങനെ തപ്പിയാലും നമ്മൾ കാസിനോസിലെത്തുന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അറിയില്ല, എന്റെ അനുഭവം അങ്ങനെയാണ്. അല്ല, നമ്മള് ആ വെയിറ്റേജ് കറക്റ്റ് ആയിട്ട് കൊടുത്ത് ആ ശരിയായിരിക്കാം, പോരായ്മയാവാം. അതെ. പിന്നെ ഇതിൽ മിനറൽ മെഡിസിൻസ് ആണ് പൊതുവെ ഇത്തരം കാര്യങ്ങൾ. അതുപോലെ ഏറ്റവും ശക്തമായി, ഞാനിവിടെ പറയാതിരുന്ന എന്നാൽ ഏറ്റവും ശക്തമായ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മരുന്ന്, ഒരു ഇതാണ് സിംപ്റ്റമറ്റോളജി കവർ ചെയ്യുന്ന ഒരു മരുന്നാണ് മാഗ്നറ്റിസ് പോലെ അംബോ. നമ്മുടെ കീനോട്ടിലേക്ക് ഏറ്റവും അവസാനം 5-8 പേജ്, എനിക്കൊന്ന് 7 പേജോളം കവർ ചെയ്യുന്ന ഒരു സാധനമാണ്. ADHDയുടെ ഒരുപാട് സിംപ്റ്റമറ്റോളജി കവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത്തരം സംഭവങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ആൻഹലോണിയം പോലുള്ള മീഡിയം റെമഡിയിലാണ് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആൻഹലോണിയം പോലുള്ള മീഡിയം മെഡിസിനിലാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ കാൽക്കേരിയ സിലിക്കേറ്റ്, കാലി സിലിക്കേറ്റ് ഒക്കെയാണ് ഈ വളരെ കോമൺ ഫോളിക് ആസിഡിനെ കാട്ടി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ കാണുമല്ലോ, കാര്യം നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.
എന്തായാലും വളരെ നല്ല ഒരു റിസർച്ച് ഓറിയന്റഡ് പേപ്പറാണ് ഇന്ന് വേദിക്ക് സമ്മാനിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം. കാരണം ഇത് കേട്ടപ്പോൾ തന്നെ ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കുട്ടികളുടെ ADHD എന്ന് മാത്രമാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്, അല്ലെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് മുതിർന്നവരിലും ADHD ഉണ്ട് എന്ന്, പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. സത്യത്തിൽ ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ള ബാലന്റെ പാട്ടിനെ യെസ് കുറിച്ച് പറയുന്ന പോലെയാണ്. പല കാര്യങ്ങളും നമ്മളിങ്ങനെ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഇരുന്ന് ഒബ്സർവ് ചെയ്ത് അവരുടെ ആ ഭൂത കണ്ണാടിയിലൂടെ നോക്കി പറയുമ്പോഴാണ് അയ്യോ അത് ശരിയായിരുന്നല്ലോ, നമ്മളിത് കണ്ടില്ലല്ലോ എന്ന് നമ്മൾ ഓർക്കുന്നത്. അപ്പൊ അത്ര കൊണ്ട് ഗംഭീരമായ പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഈ കൂടുതലും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ റെയർ റെമഡീസ് പോകുന്ന ഒരു രീതി വളരെ കുറവായിരുന്നു. അതുകൊണ്ടായിരിക്കാം പല കേസുകളിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനും അപ്പുറം നമുക്ക് നേടാൻ പറ്റും ഈ റെയർ റെമഡീസ്. നേരത്തെ എബ്രഹാം പറഞ്ഞ ഇതിന്റെ ഡോക്ടർ പറഞ്ഞ പോലെ ഈ കാർസിനോസിൻ വരാൻ സാധ്യത മിക്കവാറും നമ്മൾ റെപ്പർട്ട് ചെയ്യുമ്പോൾ വരുന്നതിന്റെ ഒരു കാരണം ഈ കോമൺ സിംറ്റംസ് എല്ലാം കൂടി അടിച്ചു കഴിയുമ്പോൾ അത് തന്നെ യെസ് വരുള്ളൂ. ഇപ്പോഴത്തെ റെപ്പർട്ടറികളെല്ലാം ആ രീതിയിലാണ് സിംറ്റംസ് ഈ കാർസിനോസിന് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഹോമിയോപ്പതിയിലൊരു ഹോമിയോപ്പതി മാത്തമാറ്റിക്സ് എന്ന് പറയുമല്ലോ. അപ്പൊ അവിടെ അതെ നമ്മൾ പറയുന്നത് കോമൺ സിംറ്റംസ് ഓഫ് ദ പേഷ്യൻസ്, കുറെ രോഗികളിലുള്ള കോമൺ സിംറ്റംസും അതുപോലെ തന്നെ ആ, രോഗത്തിന്റെ കോമൺ സിംറ്റംസും ടോട്ടൽ സിംറ്റംസിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണോ അതാണ് റെയർ മെഡിസിൻ സിംറ്റംസ്. ആ സിംറ്റംസ് വെച്ച് റെപ്പർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ മെഡിസിൻ കിട്ടുന്നത്. അപ്പൊ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അതൊരു സിംഗിൾ സിംറ്റം തന്നെ ആയി മാറാം. അപ്പൊ അങ്ങനെ വരുമ്പം അതാണ് ഹോമിയോപ്പതി മാത്തമാറ്റിക്സ് ആണെന്ന് നമ്മൾ പറയുന്നത്. ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കാഴ്ചനോസിനൊക്കെ അങ്ങ് മാറിപ്പോകും. യെസ് കൃത്യമാണ്. അതെ നമ്മുടെ പോരായ്മകൾ തന്നെയാണ് പലപ്പോഴും. അതെ അതെ അതെ. നന്ദി ധനേഷ് ഡോക്ടർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എബ്രഹാം വൈദ്യൻ ഡോക്ടർ ഫോണിൽ പക്ഷേ നമ്മുടെ പോസ്റ്ററിനകത്ത് നമ്പർ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡെയിലി ഇടുന്ന പോസ്റ്ററിനകത്ത് ഡോക്ടർമാരുടെ മെജോറിറ്റി ആൾക്കാരുടെ നമ്പർ ഉണ്ട്. ആ പോസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. സലിംകുമാർ ഡോക്ടർ സംസാരിക്കും. സാറേ, ഈ മുതിർന്ന ആളുകളിൽ കാണുന്ന റെസ്റ്റ്ലെസ്നെസ് പോലെയുള്ള കണ്ടീഷൻസ് നമ്മൾ ADHD ആയിട്ട് വ്യാഖ്യാനിക്കുന്നതാണോ? അത് രണ്ടാണോ? ഇതിന് ADHDയുടെ ക്രൈറ്റീരിയകളുണ്ട്, ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. അത് രണ്ടല്ല. അഡൽട്ട് ADHD എന്ന് പറയുന്ന പുതിയ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് മെഡിക്കൽ ഡയഗ്നോസിസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ജീനോമിക് മാപ്പിംഗ്, അതുപോലെ അതിൻ്റെ ചില ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അതൊരു ഒരു ഡയഗ്നോസ്റ്റിക് ഇതാണ്, അപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് ഇതാണ്. അല്ലാതെ നമ്മൾ ഈ ചോദ്യം, താങ്കൾ ഈ പറഞ്ഞ വ്യാഖ്യാനം എന്നുള്ളതാണ് വലിയൊരു ശതമാനം ആളുകളുടെയും സംശയം. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് അർഹിക്കുന്ന ഗൗരവമോ മെഡിക്കൽ പരിഗണന കിട്ടാറില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവേ ഡോക്ടർമാരടക്കമുള്ള ആളുകളുടെ ഒരു ധാരണ അഡൽട്ട് ADHD അത് കുട്ടികളിൽ ഉണ്ടാകുന്ന പഠന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈകല്യമാണ്, മുതിർന്നവർക്ക് ഇതില്ല, അതൊരു വ്യാഖ്യാനം പഴുതിലൂടെ വരുന്ന കാര്യമാണെന്നുള്ളൊരു ചിന്ത ഉണ്ടായേക്കാം. പക്ഷെ കൃത്യമായ എന്താ പറയുക, ഡയഗ്നോസ്റ്റിക് ടൂളുകൾ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയും ഇതിലുണ്ട്. പിന്നെ നമ്മുടെ പരിമിതി കാരണം ഞാൻ അത്തരം ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല. വേണമെങ്കിൽ ഇതൊരു 3, 4, 5 ക്ലാസ്സുകൾ എടുക്കാൻ മാത്രം ഡീപ്പായിട്ടുള്ളൊരു വിഷയമാണ്. അല്ല, അത് ശരിയായിരിക്കാം. ഇപ്പൊ താങ്കളുടെ ക്ലാസ് കേട്ടു വന്നപ്പോ എനിക്ക് തന്നെ തോന്നി എനിക്ക് അസുഖം പണ്ടുണ്ടായിരുന്നാണോ. അതെ നമ്മൾക്കൊക്കെ പിന്നീട് തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ നമ്മൾക്ക് ടാസ്കുകളുടെ ചാലഞ്ച് കുറയുമ്പോഴാണ് നമ്മൾക്ക് ഇത്തരം സംഭവങ്ങൾ, ഇപ്പം ജോലിയും ടാസ്കും കൂടുന്നതനുസരിച്ച് ഈ ചാലഞ്ച് കൂടി വരും. ടാസ്കുകളിൽ അതുകൊണ്ടാണ് ഈ ചാലഞ്ച് ഒഴിവാക്കാൻ വേണ്ടിയാണ് ടാസ്കുകളിൽ നിന്ന് പലപ്പോഴും
സന്തോഷം ഉണ്ടാകുന്ന ടാസ്കുകളിലേക്ക് തിരിയുകയും സന്തോഷം ഉണ്ടാക്കാത്ത ടാസ്കുകളിലേക്ക് പിന്നെ ഒഴിവാക്കുകയും ചെയ്യുന്നത് ADHD-കാരുടെ ഒരു ട്രെയിറ്റ് ആണ്. അതിൻ്റെ കാരണം ഇതാണ്. അപ്പം കൂടുതൽ പക്വത വരുന്നതനുസരിച്ച് ഇത്തരം ടാസ്കുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു പല രീതിയിലും. മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അഡൽട്ട് ADHD പിന്നെ ഡയഗ്നോസ്റ്റിക് അഥവാ ICD അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡയഗ്നോസ്റ്റിക് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചുള്ള കോഡുകളുണ്ട്. ആ കോഡുകൾ അനുസരിച്ചിട്ടുള്ള ഇൻഷുറൻസ് മരുന്ന്, അപ്രൂവ്ഡ് മരുന്നുകളും അല്ലാത്ത മരുന്നുകളൊക്കെ ഉണ്ട്. ഇതൊരു പ്രോപ്പർ എന്താണ് നൊസോളജിക്കൽ ഫ്രെയിംവർക്കിൽ വരുന്ന സംഭവമാണ്. നോസോകോമിയൽ ഉണ്ടല്ലോ ഡയഗ്നോസിസ്. സാർ സമയം ഏതാണ്ട് കഴിയാതെ നന്ദി സലീം കുമാർ നന്നായിരുന്നു. ഡോക്ടറെ. ഇനി നമുക്ക് നന്ദി പറയുന്നതിന് ഷഫീഖ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഷഫീഖ് ഡോക്ടറെ. ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? കേൾക്കാവോ? കേൾക്കാം. ഡോക്ടറുടെ ക്ലാസ് ഒരു ക്ലാസ് മോശമല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതില് നമ്മുടെ ഓൾഡ് ഏജ് ആൾക്കാരില് അലോപ്പതിക് ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ട് ഒരുപാട് പേരുടെ ഈ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നതായിട്ട് പല കേസുകളും കാണുന്നുണ്ട്. എസ്പെഷ്യലി കീമോ, റേഡിയേഷൻ ഇതൊക്കെ കഴിയുന്ന ഒരുപാട് പേഷ്യൻസ് പഴയ ആളെ ആയിരിക്കില്ല അവരുടെ സ്വഭാവം. ആ രീതിയിൽ മാറുന്ന പല കേസുകളും എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പക്ഷെ നമ്മുടെ മെഡിസിൻ കൊടുക്കാന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഇല്ലാത്ത രോഗികളാകുമ്പോൾ നമുക്ക് അതിന് കഴിയില്ല. പക്ഷെ നമുക്ക് അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മെഡിസിൻ കൊടുത്തെങ്കിൽ എന്ത് ക്ലിയർ ആയതിനെന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് ഈ അടുത്ത സമയത്ത് എനിക്കൊരു അനുഭവം ഇങ്ങനെ ഉണ്ടായി. എന്താണെങ്കിലും ഡോക്ടറുടെ ക്ലാസ് ഇങ്ങനെയുള്ള വെറൈറ്റി ക്ലാസ്സുകൾ, സാധാരണ ക്ലാസ്സല്ല, അതൊരു വെറൈറ്റി ക്ലാസ്സാണ്. ആ രീതിയിലുള്ള ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാകണം. IFBHന്റെ പേരിലും അതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി ഷഫീഖ് ഡോക്ടറെ. ഞാൻ പറയുന്നത് കേൾക്കാവോ ഡോക്ടറെ? കേൾക്കാം. എനിക്ക് ഇതുപോലെ വീഡിയോ സ്റ്റിൽ ഇതായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ചോദിച്ചത്. എന്തായാലും പതിവ് പോലെ നല്ല ഒരു കഥയോടുകൂടി ബുള്ള എന്ന അതും ഹോമിയോപ്പതി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു നമുക്കൊരു ഉദാഹരണം കാണിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഇന്ന് നമുക്ക് മുതിർന്നവരിലെ ADHD-യെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. വളരെ നല്ലൊരു ക്ലാസ് ഇന്ന് നമുക്ക് തന്ന ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് വീണ്ടും എത്രയും വേഗം ക്ലാസ് എടുക്കാൻ വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. നമ്മുടെ 2037 പ്രതിദിന സൂം വെബിനാർ വളരെയധികം ഇന്ന് വിജയകരമായി അവസാനിക്കുകയാണ്. ഇന്ന് ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.